രാവിലെ തുടങ്ങിയോ? കൊള്ളാലോ. എന്റെ സ്ത്രീക്കുട്ടി ഇതൊന്നും നിർത്തിക്കൂടെ? നീ ചായ എടുത്തോ? ഫ്ലാസ്കിലുണ്ട്, എടുത്തോ. ഓഹോ, ബെഡ് കോഫി ഇടാത്ത ഭാര്യ എന്നെ പറഞ്ഞാ മതി. ഒരു ടൺ പഞ്ചാരയും കൂടി ഇടാൻ എന്ത് നല്ല മധുര. ഇതും ചെയ്തേ. അയ്യോ ചേട്ടൻ മോളാണെന്ന് ഒന്ന് ചെല്ല്, അല്ലെങ്കിൽ അവൾ ബെഡൊക്കെ വൃത്തിയേടാക്കും. അയ്യോ, മോള് കഴിയുമ്പോഴെങ്കിലും നിനക്ക് ഈ പണ്ടാറ് നിർത്തിക്കൂടെ എന്റെ സ്ത്രീക്കുട്ടി? എന്നും ഞാനല്ലേ മോളെ മൂത്രം ഒഴിപ്പിക്കുന്നേ, ഇന്ന് രാജേട്ടനൊന്ന് ഒഴിപ്പിച്ചേ. കൂടുതലായിട്ട് കറക്കാതെ കൈ ഊരിപ്പോവും. മോള് കരയല്ലേ, മോള് കരയല്ലേ, മോള് കരയല്ലേ. ഇതോട്ട് മോക്ക് സൂസ് ഒഴിക്കണോ, സൂസ് ഒഴിക്കണോ? ഇടിയാൻ തരും കേട്ടോ. അയ്യോ എന്റെ പൊന്ന് സ്ത്രീക്കുട്ടി, നീ ഇങ്ങോട്ട് വാ. മണ്ട മോള് കരയല്ലേ, അച്ഛൻ കൊണ്ടുപോയി സൂസ് ഒഴിപ്പിക്കാം. എന്റെ മോളല്ലേ, കരയല്ലേ. അച്ഛൻ ഇപ്പൊ രംഗത്താ. മോളെ നോക്കാൻ പറഞ്ഞിട്ട്. നോക്കാം നോക്കാം. ഇത് വാർത്തകളേ ഉള്ളൂ. മോൾ ഇവിടെ അച്ഛൻ്റെ അടുത്തിരുന്നു കേട്ടോ. ചേട്ടാ മോളെ നോക്കണേ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അല്ല പിന്നെ പാത്തു പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഒരു നാളവർ രണ്ടുപേരും പന്തയം വച്ചു, ഓട്ടപ്പന്തയം വച്ചു. അച്ഛനിപ്പ വന്നേക്കാം. അങ്ങേലെ ഊപ്പിന്ന് ചത്തോടി, നമുക്ക് ഇന്നൊന്നു പോകേണ്ടേ. കവിതയും പാടിയിരുന്നു. ഇന്ന് ബാങ്കിൽ നേരത്തെ പോണെന്ന് പറഞ്ഞതല്ലേ? നീ ഹീറ്റ് ഓൺ ചെയ്തോ? എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. സാർ ഒന്ന് പോയി കുളിച്ചാട്ടെ. ഇഡ്ഡലി ദോശ മതിയായിരുന്നു. അയ്യോ ദോശ നാളെ ഉണ്ടാക്കാം. പോയി കുളിക്ക്. നിന്റെ ടൈം. മോളെ, ആഹാ നീ ഇവിടെ ഇരിക്കണോ? സ്കൂളിൽ പോണ്ട മോളെ, വാ വേഗം വാ മോളെ. അവിടെ ഇട്. വാ ശ്രീകുട്ടിയെ. എന്താ രായിട്ടാ? പാൽ അടുപ്പത്ത് വെച്ചിരിക്കുന്നു. ആ കാർത്തികനെ എന്താ കാണാത്തത്? സുഖമില്ലാതെ പോയതല്ലേ, ചിലപ്പോ ഇന്ന് വന്നേക്കും. അയ്യോ അവർക്കൊരു അസുഖമില്ല. ആ ചെറുക്കന്റെ തലവട്ടം കണ്ടപ്പോഴേ വെച്ചാൽ അവർ പോകുന്നു. അവരിങ്ങ് വരട്ടെ. എന്റെ പൊന്ന് ശ്രീകുട്ടി, നിന്നോട് എത്ര നാളുണ്ട് ഞാൻ പറയുന്നു, വല്ല കൊച്ചു പെമ്പിള്ളാരും കൂടി ജോലിക്ക് എടുത്താൽ. കൊച്ചു പെമ്പിള്ളാരെന്ന് വെച്ചാ ഒരു 10-22. ഒരു 16 വയസ്സായാലോ? അയ്യോ പാല് തെളിച്ചു. എന്റെ സോപ്പ്.
അതെ, എക്സസൈസ് ഇല്ലെങ്കിൽ ഭയങ്കര ആഭ്യന്തര കുഴപ്പം. അവളോ? ആന്റിക്ക് മോളെ എന്തൊരു ഇഷ്ടമെന്നറിയാമോ അല്ലേ? ഓ ഞാൻ സാരി ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കൃഷ്ണൻ തിരിച്ചു വരുമ്പോ ഒന്ന് വാങ്ങിച്ചോണ്ട് വരണേ. അയ്യോ, പട്ടുസാരി ഡ്രൈ ക്ലീൻ ചെയ്യരുത്, പെട്ടെന്ന് ഡാമേജ് ആകും. ഈ സിന്തറ്റിക്സും കെമിക്കൽസും കൂടി ഡൈലൂട്ട് ചെയ്യുമ്പോൾ രാവിലെ തുടങ്ങിയ അല്ല ഈ പട്ടുസാരി ഡ്രൈ. മോള് വേഗം കുളിച്ച് റെഡി ആയിക്കോ. അച്ഛൻ ഓഫീസിൽ നിന്ന് ഉടനെ വന്നേക്കാം. മോളെ, നമുക്ക് വേഗം ഡ്രസ് ചെയ്ത് ചേച്ചിയോ? വാ. രാജ്മോഹൻ പോകുന്നത് കണ്ടു. ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ഹസിന്റെ കോൾ ഫ്രം സൗദി. സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തുവോ? എസ്റ്റിഡി അല്ലേ? 20 മിനിറ്റ്സിന് എത്ര ഉറുപ്പിയെന്നറിയാവോ? എന്താ വിശേഷം? ഏയ് ഒന്നുമില്ല. ഒരു ദിവസം 4-5 പ്രാവശ്യമെങ്കിലും പുള്ളിക്കാരൻ എന്നോട് സംസാരിക്കണം. പണ്ടേ മുതലുള്ള ഹാബിറ്റാ. അവിടെ പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ? ഏയ്, അവിടെ ഇപ്പൊ നല്ല സുഖാത്രേ. അറബികളെക്കാൾ കൂടുതൽ അമേരിക്കൻ ഫുഡ്സ് ആണെന്ന്. ഒരു 2 വർഷം ഇങ്ങനെ തുടർന്നാൽ അടുത്ത ജനറേഷൻ സൗദി അറേബ്യക്ക് പകരം സൗദി അമേരിക്ക എന്നാവും പറയാ. ആഹാ, മോളിന്ന് സ്കൂളിൽ പോയില്ലേ? ഞാൻ ഇവിടെ ഒരുക്കായിരുന്നു. മോള് പോയിക്കോ, മമ്മി ഇപ്പൊ വരാം. ഞാൻ ചായ എടുക്കാം. വേണ്ട ശ്രീദേവി. ഞാൻ പറയാമെന്ന കാര്യം മറന്നു. താഴത്തെ ഫ്ലാറ്റിൽ നാളെ പുതിയ താമസക്കാർ വരുന്നുണ്ട്. വൺ മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം. ഇന്ത്യൻ എയർലൈൻസിൽ എഞ്ചിനീയറാ. ബാച്ചിലർ ആണോ? അല്ല, മാരീഡ് ആണ്. അയ്യോ, ഹസ്ബൻഡ് കോൾ വരാൻ സമയമായി. ഞാൻ വരട്ടെ. അപ്പോ ശ്രീകുട്ടിക്ക് ഒരു കമ്പനി ആയല്ലോ. കോട്ടയംകാരൻ അച്ചായനോ കൊയിലാണ്ടിക്കാരൻ അസനാരോ ആരായാലും നമുക്കെന്താ. ഊവേ, വണ്ടി അയച്ചിട്ടുണ്ടേ. ശരി മിസ്റ്റർ മോഹൻ സാർ, ആ ഗുപ്ത ആൻഡ് കമ്പനിയുടെ ഓഡിയോ ലിമിറ്റ് എത്രയാണെന്ന് ആ രാധാകൃഷ്ണനോട് നോക്കി പറയാൻ പറ. ശരി സാർ. നിങ്ങൾ ചത്തില്ലേ? ഞാൻ ചത്തിട്ട് നിനക്ക് എന്റെ 16 അടി യന്ത്രം കൂടാനാണോ? നിന്റെയൊക്കെ വലിയ ഒപ്പരം നിന്നിട്ടേ ഞാൻ ചാവും. അല്ല, സുഖമില്ലാതെ പോയെന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ പോക്ക് ഡാമേജ് ആകുമെന്ന്. ഇതൊന്നും എടുത്ത് മുകളിലോട്ട് കൊണ്ട് തനിച്ച് കൊണ്ടുപോയാ മതി. എന്നെ കൊണ്ട് വയ്യാഞ്ഞിട്ടാടാ. 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. ഒന്നെടുത്തോണ്ട് പിടിച്ചോ. എടാ കൃഷ്ണ, ആ ടീച്ചറിനെ വാസുദേവൻ ചതിച്ചിട്ട് ആ പെണ്ണ് ആത്മഹത്യ ചെയ്തോളാം. ഏത് ടീച്ചർ? ഇതേ നാട്ടിൽ ഏതൊക്കെ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു നോക്കി നടക്കലല്ല എന്റെ പണി. അതല്ലടാ, ബുധനാഴ്ചത്തെ TV സീരിയൽ. എത്തിയോ? അസുഖമൊക്കെ മാറിയോ? നടു ഒന്ന് പൊങ്ങിയപ്പോ ഞാനിങ്ങ പോന്നു. അവിടെ കിടന്നിട്ട് എനിക്ക് കിടക്കപ്പുറതിയുണ്ടോ? എന്താ പച്ചക്കറിയൊക്കെ ആയിട്ട്? സാറിന് പച്ചക്കറി വലിയ ഇഷ്ടമാണല്ലോ. ഞാൻ പോയിട്ട് വേഗം വന്നേക്കാം. നടക്കേ. വീട്ടിൽ നിന്ന് അച്ഛന്റെ കത്തുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിക്ക് ഇവിടെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നോക്കണമെന്ന്. അവിടെ കിട്ടാൻ സാധ്യതയില്ലാത്രേ. നമുക്ക് ഏതെങ്കിലും കോളേജ് നോക്കാം. നോക്കിയാ പോരാ, എങ്ങനെയെങ്കിലും വാങ്ങണം. അച്ഛനും ശ്രീലക്ഷ്മിയും കൂടെ 2 ദിവസത്തിനകം ഇങ്ങോട്ട് വരും. MG കോളേജിൽ അക്കൗണ്ട് രാജേട്ടന്റെ ബാങ്കിലല്ലേ? പ്രിൻസിപ്പലിനോടൊന്ന് പറഞ്ഞാ നടക്കില്ലേ? ഇവിടെ അഡ്മിഷൻ കിട്ടിയാൽ തന്നെ അവർക്ക് 1 വർഷം തേച്ച് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റൂ. എനിക്ക് അതിന് മുമ്പ് ട്രാൻസ്ഫർ ഉണ്ടാവും, കൂടിയാൽ 6 മാസം. അയ്യോ, അപ്പൊ 6 മാസം കഴിഞ്ഞ് ഇവിടുന്ന് പോണോ? പിന്നെ വന്നിട്ട് 2 കൊല്ലമായില്ലേ. രാജേട്ടന് ചെയർമാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി ആരുമില്ലേ? എന്നാ പിന്നെ ഇവിടെ തന്നെ കഴിയായിരുന്നു. കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി ഒരു വീടും വെച്ച് ഇവിടെ കൂടാന്നാ ഞാൻ വിചാരിച്ചേ. എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടു. നമുക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ, ഉദ്യോഗമായി പോയില്ലേ. ഏതായാലും ശ്രീലക്ഷ്മിക്ക് ഇവിടെ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കണം. ട്രാൻസ്ഫർ ആവുമ്പോ അവളെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാലോ. കാർത്തിയനമ്മേ,
അറിയാലോ. ഏതാ വീട്, താഴത്തെയാണോ മുകളിലത്തെയാണോ? താഴത്തെയാ. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? കൊള്ളാം, ആകോക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി പറയാം. എന്റെ സെലക്ഷൻ ഇന്ന് വരെ മോശമായിട്ടില്ല, നീ അടക്കം. അപ്പൊ ഞാനെന്താ മോശാണോ? അല്ലാത്തത് കൊണ്ടല്ലേ മേജർ സുർജിത് സിംഗിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ചേട്ടത്തിയെ പൊക്കിയത്. അച്ഛാ അച്ഛാ, എന്റെ പൊന്ന് ചേട്ടത്തി ദേവി ഏത് ഹിന്ദി സംസാരിക്കുന്നത്. ശ്രുതി സിംഗിന്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് അറിയാതെ വന്നു പോയതാണ് മോനെ. ഐശ്വര്യമായിട്ട് ആ ചാവി എടുത്ത് ഷൈനി കുഞ്ഞിന്റെ കൈ കൊടു. ഇങ്ങിതാ. കർത്താവേ, എന്നാ പിടി. അയ്യോ ഷൈനി, നെയ്യപ്പം. എന്നതാ നെയ്യപ്പോ? എവിടെ? നെയ്യപ്പം ഉണ്ണിയപ്പം ഒന്നുമല്ല, വേറൊരു കാര്യ. രാജേട്ടാ, ശ്രീദേവി നീ ഇവിടെയാണോ താമസിക്കുന്നത്? രാജേട്ടാ, ഇതാ ഞാൻ എപ്പോഴും പറയാറുള്ള ഷൈനി. റോയിച്ച, ഇത് ശ്രീദേവി, ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാ. ഐ എം റോയ് രാജ്മോഹൻ. ഹലോ. അല്ലേ, എല്ലാവരും പുറത്തന്നെ നിൽക്കണോ? മാതാവിനെ മനസ്സിൽ വിചാരിച്ചു വലതുകാലി വെച്ച് കയറിയട്ടെ. ചെന്നാട്ടെ. മുകളിൽ ഇത്രയും സൗകര്യമൊക്കെ ഉള്ളോ? ബെഡ്റൂം ഇത്രയൊക്കെ ഉള്ളൂ, പിന്നെ ഹാള് കുറച്ചുകൂടെ വലുപ്പമുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ധാരാളാ. രാജേട്ടന് ഞാനും മോള് മാത്രമല്ലേ ഉള്ളൂ. ഒരു കുട്ടിയുള്ളോ? ആ, നിനക്കിപ്പോ ഒന്നും വേണ്ടേ? ഓ, എനിക്ക് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല. റോയിച്ചൻ പറയുന്ന 2 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്നാ. ഈ മാരേജ് കഴിഞ്ഞ് ഉടനെ വയറും വീർപ്പിച്ച് നടക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. ഒരു മിനിമം 2 കൊല്ലമെങ്കിലും സുഖിച്ച് നടന്നിട്ട് മതി കുട്ടികളെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കണക്കിന് മാരേജ് കഴിഞ്ഞ് ഉടനെ കുട്ടികൾ ഉണ്ടാകുന്നത് നല്ലത്. റിട്ടയർഡ് ലൈഫിന് മുമ്പ് കുട്ടികളൊരു പൊസിഷൻ എത്തുമല്ലോ. ഷൈനിക്ക് കൊച്ചുകുട്ടികൾ എന്ന് വെച്ചാൽ ജീവനാ. ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ അടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇവള് ദിവസം ആ കുട്ടി എടുത്തോണ്ട് വന്ന് കണ്ണെഴുതിക്കും പൊട്ടുപിടിക്കും ഒക്കെ ചെയ്യും. ഞങ്ങൾ ഇവിടെ വാരുമായിരുന്നു. അപ്പൊ ഞാൻ ഇറങ്ങാം. ഇന്നത്തെ ലഞ്ച് നമുക്ക് വീട്ടിലാകാം. ഓക്കെ ഓക്കെ. ഞാനിപ്പോ പറയാൻ വിചാരിച്ചതേ ഉള്ളൂ. ആ, അത് വെറുതെ തന്നെ എനിക്കറിയാവുന്നല്ലേ. അത് പിന്നെ പഠിക്കണ സമയത്ത് കുറച്ച് പിശിക്കാതിരിക്കാൻ പറ്റുമോ? പോക്കറ്റ് മണി കൊണ്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്താൻ. ഇപ്പൊ എന്ത് നോക്കാനാ? ബാങ്ക് മാനേജറുടെ ഭാര്യയല്ലേ, ആവശ്യത്തിനുള്ള പണം ബാങ്കിന് എടുത്താ പോരെ, അല്ലേ രാജേട്ടാ? പിന്നെ എനിക്ക് സമയമായി. അപ്പൊ ലഞ്ചിന്റെ കാര്യം മറക്കണ്ട. ഓക്കെ ഓക്കെ. വാ, നമുക്ക് മോളിലേക്ക് പോവാം. വാ റോയിച്ച. നിങ്ങൾ പോയിക്കോ, ഞാൻ ആ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അല്ല ലോറിക്കാരന്മാരാകെ അലമ്പാക്കും. ചെന്നേ. മോളെ, മോളി ആന്റി അറിയോ? മമ്മിയുടെ കൂട്ടുകാരിയാ ഷൈനി ആന്റി. ഞാൻ ഷൈനി ആന്റി. മോള് നിന്നെ പോലൊന്നുമല്ല, അച്ഛന്റെ തനി മിനിയേച്ചറാ. രാജേട്ടൻ പറയണത് എന്നെ പോലെയാണ്. ആ, അത് വെറുതെ. ആ, നിന്റെ രാജേട്ടൻ ആളെങ്ങനെയാ? ഞാനെന്ന് വെച്ചാ ജീവനാ. റോയിച്ചിനും മോശമൊന്നുമല്ല, പുള്ളിക്ക് എല്ലാം ഒരു തമാശയാ. ദേഷ്യം വന്നാ പിന്നെ പറയും വേണ്ട. ഞാനും ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. പിന്നെ കോംപ്രമൈസ് ആകുന്നത് ബെഡ്റൂമിൽ വെച്ച്. പിന്നെ ഊണിന് നോൺ വെജിറ്റേറിയൻ ഒന്നും കാണില്ല. ഇതുവരെ നിന്റെ നോൺ വെജിറ്റേറിയൻ അലർജി മാറിയില്ലേ? ഞാൻ കഴിക്കില്ലെങ്കിലും രാജേട്ടിന് വേണ്ടി ഉണ്ടാക്കും കാർത്തിയനമ്മ. നിങ്ങൾക്ക് ഫിഷോ ചിക്കനോ എന്താ വെച്ചാ വാങ്ങിപ്പിക്കാം. ഓ, ഇനിയിപ്പൊ എന്നാ വാങ്ങാനാ? ഒരു നേരമൊക്കെ വെജിറ്റേറിയൻ ആകാം. ഞങ്ങൾക്ക് പ്രശ്നമൊന്നും അല്ലെന്നേ. ആ കത്രീന ചേട്ടത്തിക്കുണ്ടല്ലോ. ഇറച്ചി മീനില്ലാതെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ഈ പാത്രത്തിൽ എന്നതാ? പച്ചടിയാ? അച്ചടിയാ? ഇതിലെന്നതാ? അത് കാളൻ. കാളിയും പോത്തൊന്നുമില്ലേ? വലിയ കാര്യത്തിന് ജനിച്ചിട്ട് അച്ചടിയും കാളെന്നല്ലേ കൊണ്ടാക്കി ബഹളം. നോൺ വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ചോളാം ഞാൻ. എനിക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ല എന്നറിയാലോ. കത്രീന ചേട്ടത്തിക്ക് നോൺ വെജിറ്റേറിയൻ കിട്ടിയ പോരെ? ആ, അത് മതി. അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. ഞാനേ മേജർ സുധീർ സിംഗിന്റെ വീട്ടിലെ കോക്കിയായിരുന്നു. അന്ന് എന്തൊക്കെ ഐറ്റംസ് മേം സാബിന് ഉണ്ടാക്കി കൊടുക്കാന്നറിയാമോ? ചേട്ടത്തി, അതൊക്കെ ഇനിയും പറയാൻ സമയമുണ്ടല്ലോ. ഞാൻ കിച്ചണിൽ കയറുമ്പോ മേം സാബും കയറും. അതെന്തിനാ? കുക്കിംഗ് പഠിക്കാൻ. എന്തൊക്കെ ഐറ്റംസ് എന്നറിയാമോ? എന്തൊക്കെയാ? ക്രീം ഓഫ് മസ്റൂം സൂപ്പ്, സുക്ക് പിസ്ത, ബ്രെയിൻ കൂപ്രെ. അതെന്തുവാ? അയ്യോ, ബ്രെയിൻ കൂപ്രെ, ബ്രെയിൻ കൂപ്രെ, പോർ പിന്താലു, മസാല ബാത്ത്. ഇതൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഐറ്റംസ്. ഇതൊന്നും ഇവിടെ കിട്ടില്ലെന്നറിയാം. എന്തെങ്കിലും ഒന്ന് വായിക്ക് രുചിയായിട്ട് കടിച്ചു വലിക്കാൻ വേണ്ടേ? കടിക്കാനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. ചേട്ടത്തി താഴോട്ട് ചെന്നേ, അവിടേക്ക് ഒന്ന് തുടയ്ക്കണം. ഞാനില്ലാതെ ഇവരൊക്കെ എങ്ങനെ ജീവിക്കേണ്ട കർത്താവ് ശോമിശിയായ? എങ്ങനെയുണ്ട്? നീ ഇതിനെ എങ്ങനെ സഹിക്കുന്നു? വേറെ ആരെ കിട്ടാനാ? ഇച്ചിരി വർത്താനും ഭരണവും ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. റോയിച്ചന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ടതാ. അയ്യോ, റോയിച്ചൻ ഇവിടെ എന്നെ എടുക്കുവാന്നോ? റോയിച്ച,
അതെന്നാ കാണിച്ചു? ഈ മിറർ എന്തിനാ കട്ടിലിന് നേരെ വെച്ച്? ആ, അതിനൊക്കെ ചില ഉദ്ദേശങ്ങളുണ്ടെന്ന് വെച്ചോ. അപ്പുറത്ത് കത്രീൻ ചേട്ടനുണ്ട്. അവരൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ലെന്നേ. ശ്രീദേവി എങ്ങനെ വരുന്നേ? അതിനെന്താ, വരട്ടെ, കാണട്ടെ. ഓ, ശ്രീദേവിക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. പറഞ്ഞ പോലെ നിന്റെ കൂട്ടുകാരി ശ്രീദേവി ഒരു ഉഗ്രം ബ്യൂട്ടിയാണല്ലോ. അവളുടെ കണ്ണേ. വേണ്ട റോയിച്ച, അവളോട് മാത്രം വേണ്ട. അയ്യേ, ഞാൻ വെറും ബ്രദർ സിസ്റ്റർ എന്നുള്ള നിലയ്ക്കാണ് ഇടപെട്ടത്. കോളേജ് വെച്ചേ ആ കണ്ണു മാത്രം മതിയെന്ന് പറഞ്ഞ് എത്ര ആമ്പിള്ളേർ അവളുടെ പുറകെ നടന്നെന്നറിയോ? എന്താ കണ്ണു മാത്രം കിട്ടിയിട്ട് എന്നാ പ്രയോജനമാ? കണ്ണു മാത്രം കിട്ടിയിട്ട് എന്താ മോളെ? അയ്യോ എന്റെ കർത്താവേ. അയ്യോ, ആ ചേട്ടനെ വിളിച്ചോണ്ട് താ വരുന്നു. കർത്താവേ, എന്നെ ഒന്നുമില്ല. ഈ കൊച്ചു എന്നെ കണ്ട് പേടിച്ചേ. പേടിച്ചോ? ആ. ഇവിടെ എന്നാ കണ്ട് പേടിക്കാനാ? ഇവിടെ ഞങ്ങൾ കണ്ട് മാത്രമല്ലേ ഉള്ളൂ. അതെ, ഞങ്ങളല്ലേ ഉള്ളു. മനസ്സിലായി മനസ്സിലായി. മോളെ ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി ഇവിടെ നിന്നാ പലതും കണ്ട് പേടിക്കേണ്ടി വരും. വാ. മനസ്സിലായെന്നാ തോന്നുന്നു. ഒരു പാവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പച്ചക്കറി, പച്ചക്കറി, പച്ചക്കറിയേ, പച്ചക്കറിയേ, പച്ചക്കറി വേണ്ട അമ്മച്ചി. വരുന്നടോ. കുമ്പളങ്ങ, പടവലങ്ങ, പാവയ്ക്ക, വെള്ളരിക്ക, ഇഞ്ചി, കരിയാപ്പില, പച്ചമുളക്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്. കൊച്ചമ്മേ, ക്യാരറ്റ് വീട് പുതിയ താമസക്കാർ വന്നു. എവിടെ ഉള്ളവരാ? കോട്ടയത്ത് വരാം. കോട്ടയത്തുകാർ. തനിക്ക് എന്തൊക്കെ അറിയണം കേട്ടോ? ഭാര്യയും ഭർത്താവും ഒരു വേലക്കാരിയും ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ഇനിയും വല്ലതും അറിയണോ? അപ്പൊ അണിമുടി ദമ്പതികളാ? ജാതി എന്തുവാ? തനിക്ക് കച്ചവടം കിട്ടുന്ന ജാതിയല്ല, നസ്രാണികളാ. നാരായണന് ഈ കോളനി താമസിക്കുന്ന എല്ലാവരുടെയും ബയോഡേറ്റ അറിയണം അല്ലേ? അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കൊച്ചമ്മ. ഓരോ വീട്ടിലും എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ വെജിറ്റേറിയൻ എത്ര, നോൺ വെജിറ്റേറിയൻ എത്ര എന്നൊക്കെ അറിഞ്ഞില്ലേ എന്റെ കച്ചവടം നടക്കത്തുള്ളൂ. അതെ അതെ, തനിക്ക് അവിടെ ഇവിടെയും പറഞ്ഞു കൊടുത്ത് കടിപിടി കൂട്ടിക്കുന്ന സ്വഭാവമുണ്ട്. അതിനല്ലേ കിഴിഞ്ഞു കിഴിഞ്ഞ് ചോദിക്കുന്നേ? ആണം കേട്ടവൻ. എന്തൊന്നും കഴിക്കാതിരിക്കുന്നേ? ഇറച്ചി മീനില്ലാത്തോണ്ടാണോ? ഹേയ്, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞാനെല്ലാം കഴിക്കും. മതി. ഒരാളും തട്ടുന്നുണ്ടില്ലേ? നോൺ വെജിറ്റേറിയന്റെ ആളാ. റോയിച്ച മിണ്ടായിരുന്നു കഴിക്കുന്നുണ്ടോ? എനിക്കധികം സംസാരിക്കുന്ന ഇഷ്ടമല്ലെന്ന് മതി, തോന്നുന്നു. മതി. അതിനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ? ഞാനല്ലേ സഹിക്കുന്നത്. ഈ ടിവിയിലെ പരസ്യം പോലെ തുടങ്ങി കഴിയാൻ നിർത്തത്തില്ല. ഫ്രണ്ട് ആള് മോശമൊന്നും അല്ല. അച്ഛനൊരു വീണ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് പോരുമ്പോ കാറിന്റെ മോളിൽ കെട്ടി വെച്ചോണ്ടാ പോരുന്നത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ചമ്മലായി പോയി. ഈ ചെമ്മാൻകുടി സുബലക്ഷ്മിയും കൂടെ കച്ചേരിക്ക് പോയിട്ട് വരുന്ന പോലെ അല്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹ കോട്ടയാത്ര? ഇടയ്ക്കൊക്കെ ഇരുന്ന് വായിക്കുന്നേക്കാം, മുഖസ്തുതി പറയല്ല, സഹിക്ക. രാജേട്ടന്റെ കവിതയേക്കാൾ നല്ലതാ. ആട്ടെ, രാവിലെ നമ്മൾ വന്നപ്പം ഒരു നെയ്യപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് നെയ്യപ്പം വലിയ ഇഷ്ടമാണ്. എന്നതാ കാര്യം? പറയട്ടെ. പറയുന്ന കേൾക്കാമല്ലോ. ഒന്നുമില്ലാന്നേ. ഹോസ്റ്റലിൽ ഇവിടെ ഞങ്ങൾ വിളിച്ചിരുന്ന നെയ്യപ്പോന്നാ. നാട്ടിൽ പോയേച്ച് വരുമ്പോ എപ്പോഴും കാണും ഒരുപതി നെയ്യപ്പം. അത് ശരിയാ. ഇപ്പഴെനിക്ക് ഓർമ്മ വന്നത്. അടുക്കള കാണാൻ വന്നപ്പം ഒരു കൂടെ നെയ്യപ്പമായിട്ടാ ഇവിടെ അമ്മ വന്നത്. ആട്ടെ, നിനക്കെന്നാ പേരായിരുന്നു? എനിക്കാരും പേരൊന്നും ഇട്ടിട്ടില്ല. അത് വെറുതെ. കോളേജ് ആവുമ്പോ എന്തായാലും ഒരു പേര് കാണും. എന്നാ കാണും. ഇവളെ വിളിക്കാൻ പറ്റിയ ഒരു പേരുണ്ട്. എന്നതാ? ഇനി വന്ന്. വൈറ്റ് ലഗോൺ. ഞാൻ സുഹൃത് സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാള കിട്ടായിരുന്നു ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. എനിക്കും അങ്ങനെ. പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്ന? എനിക്ക് പ്രഷറിന്റെയാ. ഇതെല്ലാം കൂടി വാരി തിന്നാ പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കുക? ആ കാളന്നല്ല ഈ കുറച്ചൊഴിക്ക്. ഇച്ചിരി തോരഞ്ഞു. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. എന്നെ എടുക്കാൻ റോയിച്ചവിടെ? അല്ല, നല്ല തണുത്ത കാറ്റ്, കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു.
എന്താണ് മോള് വാ, ഞാൻ പറയാം. മോള് എനിക്ക് വേണ്ട, അതല്ല, നീ വാ, ഞാൻ പറയാം. എന്താ ഒരു സ്മോൾ അടിക്കാനാ? ഞാൻ കഴിക്കത്തില്ല. അത് കളാ, ബെസ്റ്റ് സ്കോച്ചാ, കസ്റ്റംസിന്ന് ഒതുക്കിയതാ. ഒരു കമ്പനി ഇല്ലാതെ കഴിക്കാൻ എനിക്ക് വളരെ പ്രയാസം. സോറി, എനിക്ക് വേണ്ട. രാജ്മോഹൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടില്ലെന്ന് വെച്ചാ മാരേജിന് മുമ്പ് കമ്പനി സൈക്കിന് വേണ്ടി വല്ലപ്പോഴും. അത് പറ. ശ്രീദേവി അറിഞ്ഞാൽ പ്രശ്നമാണല്ലേ? പ്രശ്നമെന്ന് വെച്ചാ പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാ. പക്ഷേ ഹസ്ബൻഡിനെ 2 പെഗ് അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വൈഫുണ്ട്. എന്റെ വൈഫ് ഷൈനി. ഷൈനി അടിക്കൂ? അടിക്കുമെന്നോ? എന്നെ അടിയാന്നറിയാവോ? അയ്യോ, ബിസ്കിയും ബ്രാൻഡിയൊന്നുമല്ല, വൈൻ, മാസ് വൈൻ. ഞങ്ങളുടെ പള്ളിയിൽ മുന്തിരിങ്ങായിട്ട് ഉണ്ടാക്കുന്ന അതല്ലേ അവർക്ക് ഇത്ര ഗ്ലാമർ. അല്ല, എന്നാലും ഒരു കുഴപ്പമില്ല, നമുക്ക് മുറി ലോക്ക് ചെയ്ത് അതിനകത്തിരുന്ന്. എന്താ രണ്ടുപേരും കൂടി രഹസ്യം? അല്ല, നമ്മുടെ ഈ പെട്രോളിയം പ്രോഡക്ട്സിന്റെ സ്കേർസിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. അതെ, നീ പോയി മോൾക്ക് ചോറ് കൊടു, ഞാൻ ഉടനെ വരാം. ഇങ്ങനെ പോയാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെ ഒന്ന് കൺസ്യൂം? ഒരു പിടിയില്ല. റോയിച്ചൻ എന്നെ അയ്യോ, ഷോപ്പിങ്ങിന് പോകുന്ന പറഞ്ഞിട്ട് പോയില്ലേ? ഇല്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയി. ശ്രീദേവി എന്നെ എടുക്കുക? ശ്രീദേവി നിന്നെ തിരക്കി. കൊച്ചിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അങ്ങോട്ട് ശരി. ഈ കസ്റ്റംസിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നത് കൊണ്ട് ഒറിജിനൽ സാധനം കിട്ടും. എന്റെ കോട്ട 2 പെഗ്ഗ. ആര് നിർബന്ധിച്ചാലും ഒരു തുള്ളി പോലും ഞാൻ കൂടുതൽ കുടിക്കത്തില്ല. കൂടിയാ പെസക വയലന്റ് ആവും. വേണ്ട. അതുകൊണ്ടല്ലേ ഷൈനിക്ക് എതിർപ്പില്ലാത്തത്. സത്യം പറയാലോ, വിവാഹത്തിന് മുമ്പ് സാമാന്യം തെറ്റില്ലാത്ത രീതി ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് ഈ പിടിപ്പീര് കണ്ടപ്പോഴേ മനസ്സിലായി. തനിക്കെന്നാ ശ്രീദേവിയെ പേടിയാണ്? അങ്ങനൊന്നുമില്ല. അത് വിട് വിട് വിട്. അല്ലേ, ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, സ്വന്തം കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്ത താൻ 4-5 വയസ്സുള്ള ഒരു കൊച്ചിന്റെ തള്ളയായി കർത്താവേ. പിന്നെ ഞാൻ എന്താ സന്യസിക്കാൻ പോകുന്നു വിചാരിച്ചോ? പറയുന്ന ആളുടെയും കാണാം. 2-3 കൊല്ലം കഴിയട്ടെ. 2-3 കൊല്ലം കഴിയുമ്പോഴല്ലേ? എടോ, ഇത്രയും വയസ്സുള്ള ഒരു കൊച്ചിന്റെ തന്തയാവാനുള്ള പഠിതിയ റോയിച്ചിന്? ഓ, കുഞ്ഞാളി എപ്പോഴും പറയും പോലെ എന്നെ അടുക്ക രണ്ടുപേരും കൂടെ. എന്തോ ഡിസ്കഷനാന്ന് തോന്നുന്നു. പെട്രോളിയം പ്രോഡക്ട്സോ? ദേണ്ട നടക്കുന്നു പെട്രോളിയം പ്രോഡക്ട്സ്. അവിടെ സ്മോൾ പ്രൊഡക്ഷന്റെ ഡിസ്കഷൻ നടക്കുക. റോയിച്ചനല്ലേ കക്ഷി? റോയിച്ചൻ കുടിക്കോ? ഫസ്റ്റ് കുടിക്കോന്ന്. പിന്നെ ഒന്നുണ്ട് കേട്ടോ, ദിവസം 2 പെഗ്ഗേ കഴിക്കത്തുള്ളൂ. കഴിച്ചു കഴിഞ്ഞ പിന്നെ പഷ്ട. രാജേട്ടൻ തൊടില്ല. ആലപ്പുഴ കായല് ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയില് വരണേ. ആലപ്പുഴ കായല് ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയില് വരണേ. തെയ്താരോ തെയ്താരോ തകതിന്തി മിന്താരോ, 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 തെയ്താരോ തെയ്താരോ തക തെയ്താരോ തെയ്താ. രാജേട്ടൻ കുടിച്ചു അല്ലേ? ഞാൻ കുടിച്ചില്ല. പിന്നെ ഇതെന്താ? ഇത് ജീരവെള്ളം. കരിങ്ങാലി. ഇതാണല്ലേ ജീരകവെള്ളം? ശ്രീദേവി, രാജ്മോഹൻ, താൻ എന്തായാലും അങ്ങോട്ട് ചെല്ല്. ഇന്ന് എന്തായാലും അറിഞ്ഞത് നന്നായി. ഒന്ന് കോംപ്രമൈസ് ആയാൽ നമുക്ക് പിന്നെ പേടിക്കാതെ പരസ്യമായിട്ടൊന്ന് ഫിറ്റ് ചെയ്യാമല്ലോ. ഇന്ന് എന്തായാലും പ്രശ്നം. ഒരു ധൈര്യത്തിന് ഇവനോട് അകത്തോട്ട് പോട്ടെ. ചെല്ല്. മാറിയില്ല. എന്നാ പണിയായി കാണിച്ചേ? കുടിക്കാത്ത ആളിനെ എന്നാത്തിനെ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നേ? താണ്ട കിടക്കുന്നു. ഞാൻ 2 പെഗ്ഗേ കുടിക്കാറുള്ളൂ, നിനക്കറിയാമല്ലോ. പുള്ളി ഒരു ജാർ ഒറ്റ ഇരിപ്പിനെ അകത്താക്കുന്നു. ഓ പിന്നെ ശ്രീദേവി പറഞ്ഞല്ലോ തൊടത്തില്ലാന്ന്. ഓ, ഒന്ന് പോടി വെണ്ണേ. ലോകത്തുള്ള എല്ലാ ഭാര്യമാർക്കും
അവരവരെ ഭർത്താക്കന്മാർ വലിക്കില്ല, കുടിക്കില്ല, പിന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്നൊരു അന്ധമായ വിശ്വാസമുണ്ട്. ഇത് മോങ്ങാനിരുന്ന പട്ടിയുടെ തലേ തേങ്ങ വീണ പോലെയാ. അയ്യോ ശ്രീദേവി ഇപ്പൊ എന്നാ വിചാരിക്കുമെന്തോ. ഓ, എന്നാ വിചാരിക്കാനാ? കുടിക്കാനുള്ള ഇൻസ്പിറേഷൻ കൊടുത്തത് ഞാനാ, സമ്മതിച്ചു. പക്ഷേ രാജ്മോഹൻ ഇന്ന് കുടിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് നാളെ നീ ആ നെയ്യപ്പത്തോട് ചോദിച്ചാൽ മനസ്സിലാവും. പോയി ഫുഡ് എടുത്ത് പോയി. അത് കൊള്ളാം. മോളെ മോളെ ചേട്ടന് വിശക്കുന്നടി. വിശക്കട്ടെ, വയറ് നിറച്ച് കുടിച്ചിട്ടുണ്ടല്ലോ. സമ്മതിച്ചു, ഞാൻ കുടിച്ചു. തെറ്റ്. ശ്രീകുട്ടിക്ക് അറിയാവോ, നമ്മുടെ പ്രസ്റ്റേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ മോളെ ചേട്ടൻ അല്പം കുടിച്ചത്? പ്രസ്റ്റേജിന് വേണ്ടി കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പൊന്നു ശ്രീ, നീ കേൾക്കാത്ത ധാരാളം സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ആ കോട്ടയത്തുകാരൻ അച്ചായ ഒരു കമ്പനി സേക്കിന് വേണ്ടി എന്നെ വിളിക്കുമ്പോ ഞാൻ ചെന്നില്ലെങ്കിൽ അച്ചായൻ കരുതും അത് നിന്നെ പേടിച്ചിട്ടാണ്. അതിന്റെ മോശം എന്റെ ശ്രീകുട്ടി കൂടെ ഉണ്ടാവരുമെന്ന് വിചാരിച്ചാ ഞാൻ 2 പേക്ക് അടിച്ചത്. അതുകൊണ്ട് എന്റെ പൊന്നു ശ്രീകുട്ടി, ഞാൻ എത്ര സോറി വേണമെങ്കിലും പറയാം. നിന്റെ കാലല്ല വിശപ്പാണെങ്കിൽ കാർത്തിനമ്മയോട് പറ, അവരെടുത്ത് തരും. എനിക്കൊന്നും വേണ്ട. നിനക്കൊന്നും വേണ്ട? എനിക്കും വേണ്ട. ആഹാ, ഒരു നേരം ഭക്ഷണം കഴിച്ചത് ചത്തൊന്നും പോകത്തില്ല. രാജേട്ടൻ കുടിക്കില്ലെന്ന് എന്റെ അഭിമാനത്തോടെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അയക്കോ, ഇനി എന്ത് വേണമെങ്കിലും അയക്കോ. എന്റെ ശ്രീകുട്ടി ഒരുമാതിരി ഫീൽ ചെയ്ത് വർത്താനം പറയുന്നത്. രാജേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ അമ്മേ, ഞാൻ ഇന്ന് ആരെയാ കണി കണ്ടത്? ഓ എന്റെ ദൈവമേ. മുടി കെട്ടാനും സമ്മതിക്കില്ലല്ലോ. എനിക്ക് ഇവിടെ ഉറങ്ങണം. ഉറങ്ങിക്കോ, വേണ്ടാന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും. എന്നതാ എന്നതാ റോയിച്ച എടുക്കുന്നത്? പിൽസ് കഴിച്ചോ? ഓ, എന്നെ കൊണ്ടൊന്നും വയ്യ. നീ വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. എന്നതാ കുഴപ്പം? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ പ്രസവിക്കത്തില്ലയോ? നിനക്കിതൊന്നും പറഞ്ഞാ ഇപ്പൊ മനസ്സിലാകുകയല്ല. ഓ, ഇത്രയൊക്കെ അറിഞ്ഞാ മതി റോയിച്ച. എവിടെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും വിശേഷം ഉണ്ടോന്നാ. നീ അടുത്തടുത്ത് 3-4 പ്രസവിച്ചു നോക്ക്. ഇതേ പാർട്ടീസ് തന്നെ തിരിച്ചു ചോദിക്കും. എന്നതാ ഷൈനി, നാണമില്ലേ? ഇതൊന്നും നിർത്തിക്കൂടായോ എന്നൊക്കെ. അതുകൊണ്ട് ഐശ്വര്യമായിട്ട് അച്ചായൻ തരുന്ന ഒന്ന് കഴിക്ക്. വെള്ളം കുടിക്ക്. നിനക്കെന്നതാ ഒരു കള്ളലക്ഷണം? നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. നീ ആ പാലാക്കാരൻ ബ്ലേഡ് വർക്കിയുടെ മോളല്ലേ? വാ തുറന്നേ. കുറച്ചുകൂടെ തുറന്നേ. അയ്യോ, അപ്പൊ ഇതിനു മുമ്പ് നീ കഴിക്കാതിരുന്നിട്ടുണ്ടോ? ഒറ്റ ദിവസം പോലും മുടങ്ങാൻ പാടില്ലെന്നാ. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. അയ്യോ, ഞാനെന്തൊരു പട്ടി കിടക്കണം? വേണ്ടാത്ര കഴിക്കണ്ട. പക്ഷെ ഒരു കാര്യം, നീ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കത്തില്ല. അത് വേറെ കാര്യം. ഹോട്ടലിൽ ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ പോവാ. എന്നെ പുറകെ വിളിക്കരുത്. എന്താ കുഞ്ഞെ, ഭക്ഷണം കൊടുക്കട്ടെ? വേണ്ട, കാർത്തിനിമ ഊണ് കഴിച്ചോളൂ. നിങ്ങൾ കഴിക്കുന്നില്ല? ഞങ്ങൾ താഴേന്ന് കഴിച്ചു. ശ്രീ, എന്റെ ശ്രീകുട്ടി ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പുറത്തുപോയി ആഹാരം കഴിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ?
ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരിയാൻ. ഇപ്പൊ റോയിച്ച് നിർബന്ധിച്ച് അയാളെ കുടിപ്പിക്കുന്നത്. എനിക്ക് കാണാൻ മേല ശ്രീദേവിയുടെ സങ്കടവും കരച്ചിലും. ഇവിടെ മാത്രം കേട്ടാ മതി. എല്ലാരും കേക്കട്ടെ, ഞാൻ പറയും. ഇവിടുന്ന് താമസം മാറുന്ന നല്ലത്. നമ്മൾ കാരണം അവരെ തമ്മിൽ പിണങ്ങാൻ പാടില്ല. നിന്നോടാ പറഞ്ഞു നിർത്താൻ. ഇനി ഇവിടെ സംസാരിക്കണ്ട, ഇറങ്ങും. എങ്ങോട്ടാ? ഓ, ഇനി പോകുന്ന സ്ഥലം പറഞ്ഞാലേ വരത്തുള്ളായിരിക്കും. വരാൻ. എന്നതാ കുഞ്ഞെ, എങ്ങോട്ടാ? കേറിയാട്ടെ. എന്താ കത്രം ചേർത്തി? രണ്ടും കൂടെ പിണങ്ങിയോ? ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല. രണ്ടുപേരും കൂടിയുള്ള അടുപ്പം കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. ഇനി അവിടെയാ. നിങ്ങളുടെ കല്യാണം കൊണ്ടൊന്ന് പറയാതിരിക്കുക. നീയും കിടന്ന് തുള്ളണ്ട, നീയും തെറ്റിപ്പോ. നിങ്ങളാരാ കത്രീന പുണ്യാളത്തിയോ പ്രവചിക്കാൻ? ഒന്ന് പോതല്ലേ. തള്ള നിന്റെ അമ്മയെ അമ്മയ്ക്ക് വിളിക്കരുത് കേട്ടോ. എന്റെ അമ്മയ്ക്ക് വിളിച്ചാല് എന്താ? സാർദാറിന് വരച്ചു വരെ നിർത്തിയോളാ ഈ കത്രീന. വരച്ചത് വരച്ച് കാണണോ? അയ്യോ, വേണ്ട വേണ്ട. അറിയണോ? ആ എന്റെ ഗുരുവായൂരപ്പാ, ഇത് ചാകത്തുമില്ലേ? ഒരു റൂം വേണം. AC വേണോ നോൺ AC വേണോ? AC തന്നെ ആയിക്കോട്ടെ. 1 മണിക്കൂറത്തേക്ക് മതി. ശരി സാർ. സാർ വൈഫാണ്ട് ഇവിടെ താമസിക്കുന്നത്? വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്ന് കാണും. ഹണിമൂൺ ടൈമല്ലേ, ഉള്ള ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് കരുതിയിരിക്കും. ഇനി പറഞ്ഞു. ഇതിനാന്ന് ഹോട്ടലിൽ റൂം എടുത്തേ? ഇവിടെ ആവുമ്പോ നിന്റെ പ്രസംഗം ആരും കേൾക്കില്ലല്ലോ. എത്ര ഉച്ചത്തിൽ വേണമെങ്കിലും പറഞ്ഞു. ഞാൻ പറയുന്നതിന് റോയിച്ചിന് കുറ്റം. റോയിച്ചൻ കാണിക്കുന്നതിനൊന്നുമില്ല. അടുത്തടുത്ത വീട് താമസിക്കുമ്പോഴേ ആദ്യം ഡിസിപ്ലിൻ മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ പഠിക്കണം. എന്നെ ആരും ഒന്നും പഠിപ്പിക്കണ്ട. ഞാൻ എന്നാ ചെയ്യുന്ന നീ പറയുന്നത്? ഞാൻ നിന്റെ ഫ്രണ്ടിനോട് ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറിയോ? എടീ, കുടിക്കാത്തവൻ എത്ര നിർബന്ധിച്ചാലും കുടിക്കുകയല്ല. ഞാൻ കുടിക്കുന്നതിലല്ല പ്രശ്നം, ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് കുടിക്കുന്നതില്ല പ്രശ്നം. അതന്നെ റോയിച്ചൻ എങ്ങനെ പറയുന്നേ? അത് ഉദ്ദേശിച്ചാണോ ഞാൻ പറഞ്ഞേ? പിന്നെ നീ എന്തുദ്ദേശിച്ചാണ് നീ പറഞ്ഞത്? എനിക്കറിയാം. വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്ന് കേൾക്കണം. രണ്ട് ഐസ്ക്രീം. സർ. ഇനി ഈ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്കിടരുത്. റോയിച്ച് ഇനി അയാളെ കുടിപ്പിക്കരുത് പ്ലീസ്. ഇല്ല, ഞാൻ ഇനി അയാളെ വിളിക്കാൻ പോവുകയല്ല. പക്ഷെ അയാൾ എന്നെ നിർബന്ധിക്കരുത്. അതുണ്ടാവാൻ പോകുന്നില്ല. എഗ്രീഡ്? എഗ്രീഡ്. അയാള് കുടിക്കുകയില്ലെന്ന് എന്നാ ഉറപ്പല്ല നീ എഗ്രി ചെയ്യുന്നത്? ഞാൻ ശ്രീദേവി കൊണ്ട് പറയിപ്പിക്കാന്നേ. അല്ല, വല്ല ആവശ്യമുണ്ടോ ഹോട്ടലിൽ വന്ന് റൂം എടുക്കാൻ? അവന്മാർ എന്നാ വിചാരിച്ചാണ്? ഞാൻ പറഞ്ഞിട്ടാണോ റൂം എടുത്തേ? പിന്നെ ഞാൻ പറഞ്ഞിട്ടാണോ റൂം എടുത്തത്? റോയിച്ചാ, ഹലോ, ആരാ? ഉസ്താദ് ഉസ്മാൻ. എവിടുന്നാ? കമ്മിങ് ഫ്രം കുവൈറ്റ്.
മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം ഏത് ഫ്ലാറ്റിലാണ് താമസം? മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം എന്നൊരാൾ ഇവിടെ താമസമില്ല. റോയിച്ച് എന്നൊരു സാറ് ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മളാരാ? ഞാൻ മുകളത്തെ ഫ്ലാറ്റിലെ ഡ്രൈവറാ. ഡ്രൈവറാണല്ലേ? കൺട്രി ഫെലോ. എവിടുന്ന് കുറ്റിയും പഠിച്ച് വന്നടാ ഇതൊക്കെ? മിസ്റ്റർ റോയിച്ചനുണ്ടോ? ഉണ്ടല്ലോ. എവിടുന്ന് വരുന്നു? ഐ എം ഫ്രം കോട്ടയം. ആ കയറിയിരിക്കും, വിളിക്കാം. താങ്ക് യു. മിസ്സിസ് ആണല്ലേ? ആ നിങ്ങളുടെ മാരേജ് നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. വെൻ ഐ വാസ് ഇൻ കുവൈറ്റ്. എ സി ഇല്ലേ? ഫാൻ ഇടാം. എങ്ങനെ എ സി ഇല്ല നിങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു? ഐ കാൻ ബിലീവ് ഇറ്റ്. റോയിച്ചാ, ഉസ്മാൻ, താനും എത്തിയോ? നിനക്ക് ആളെ മനസ്സിലായില്ലേ? ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈവർ ഉസ്മാൻ. നാട്ടിൽ ഇറച്ചിക്കാരൻ അന്ത്രുവിന്റെ മോൻ ആ. കുവൈത്തിലായിരുന്നു. അവിടുന്ന് തല്ലി പറഞ്ഞേച്ചാ. നോ ബുച്ചർ, ഐ എം ഓൺലി ഡ്രൈവർ. ഡോ ആദ്യം താൻ മലയാളം മര്യാദയ്ക്ക് പറയാൻ നോക്ക്, എന്നിട്ടാവാ ഇംഗ്ലീഷ്. താനിവിടെ ഡ്രൈവർ ഉസ്മാനായിട്ട് നിന്നാ മതി. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞേ. ഈ ലേഡീസിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇറച്ചിക്കാരെന്നൊന്നും വിളിക്കരുത്. കോൾ മീ ഓൺലി ഡ്രൈവർ. അത് ന്യായം. വാ, വണ്ടി കാണിച്ചുതരാം. ഇതാ വണ്ടി. ഇത് സുസൂക്കി അല്ലേ? കുവൈത്തില് അറബികൾ 2 മെർസൈഡീസ് മേടിക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണത്. വേണ്ട, അത് വേണ്ട. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. കൃഷ്ണ, ഇതാണ് നമ്മുടെ പുതിയ ഡ്രൈവർ. ഞങ്ങൾ പരിചയപ്പെട്ടു. നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാ? എന്നാ പിടി. ഡ്രൈവറാണല്ലേ? പൂവർ മാൻ. കണ്ട അറബിയുടെ വീട്ടിൽ അടുക്കളപ്പണിയും ചെയ്ത് അവന്റെ പിള്ളേരെയും നോക്കി നടന്നിട്ട് നാട്ടിൽ വരുമ്പോ ഭാഷയും മാറും, എല്ലാരെയും കണ്ട ഒരു മാതിരി പുച്ചു അല്ലേ? സോറി കൃഷ്ണ, കയ്യോട്. നമ്മൾ ഒന്നായിട്ട് ജീവിക്കണ്ടല്ലേ ഇനി വരെ ഇവിടെ? ഹസ് എപ്പോ വിളിച്ചാലും നിങ്ങളുടെ കാര്യം ആദ്യം ചോദിക്കുന്നത്. റോയിച്ചിന് വലിയ ഇഷ്ടമായിരിക്കുക. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്തിൽ ഫസ്റ്റ് വീക്കിൽ വരാനിരിക്കുക. ഇത്തവണ വരുമ്പോ 2 ബെഡ്റൂമിൽ വെക്കാൻ സാനിയോട് 2 AC കൊണ്ടുവരാൻ എഴുതിയിട്ടുണ്ട്. അതേതായാലും നന്നായി. ബെഡ്റൂമിൽ നല്ല ചൂടാണ്. അയ്യോ, ഇവിടുത്തെ ബെഡ്റൂമിലേക്കല്ല, വീട്ടിലെ ബെഡ്റൂമിലേക്കാ. ഓ, ഞാൻ ഉദ്ദേശിച്ചത് മിസസ് മേനോന്റെ ബെഡ്റൂമിൽ വെക്കുന്ന കാര്യം തന്നെയാണ്. ആഹാ, മോൾ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ആണോ? അയ്യോ, അസിന്റെ കോൾ വരുന്ന സമയമായി. കോൾ വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഹസ് വറീഡാവും. അതാ പുള്ളിക്കാരൻ നേച്ചർ. ഞാൻ വരട്ടെ മോളെ? ആന്റി വരട്ടെ? എന്റെ കർത്താവേ, സഹിക്കത്തില്ല. എന്നാ കത്തിയാ? അപ്പോഴേ കുവൈറ്റ് ഉസ്താദിന് എന്നാ പണിയാണെന്നാ പറഞ്ഞേ? വെള്ളമടി. വെള്ളമടിയോ? അവിടെ ഒന്നും പാടില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ആര് പറഞ്ഞു? അവിടെ കൂടുതലും വെള്ളം അടിക്കുന്നത് മലയാളികളാണല്ലോ. എത്ര പേരെ നമുക്കറിയാമെന്നറിയോ? നമ്മൾ വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് ഒരു 7-7:30 വരെ നിർത്താതെ ഒരേ അടിയാ. ഇങ്ങനെ തുടരെ അടിച്ചാ കാഞ്ഞു പോകത്തില്ലേ? എന്ന് വെച്ച് അടിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഞാൻ വെള്ളം അടിച്ചില്ലെങ്കിൽ അവന്മാർ എന്നെ എടുത്തിട്ട് അടിക്കും. ഇങ്ങനെ വെള്ളമടിച്ചല്ലേ ഞാൻ സുക്കാ പൈൽവാനായി പോയത്. അതെന്താ നിങ്ങളെ കൊണ്ട് വെള്ളം അടിപ്പിക്കണമെന്ന് അറബികൾക്ക് ഇത്ര വാശി? വാശിയല്ല, നമ്മള് ടാങ്കറിൽ വെള്ളം കൊണ്ട് കൊടുത്താലല്ലേ അവർക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടുള്ളൂ. ആഹാ, അപ്പോ ടാങ്കറിൽ വെള്ളം അടിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? പിന്നല്ലാതെ. ഞാൻ വിചാരിച്ചു സ്മാൾ അടിക്കുന്ന കാര്യമാണെന്ന്. സ്മോൾ ആദ്യമൊക്കെ കാറാമല്ലേ? എടാ ഉസ്താവേ, ആ, നീ ആ റോട്ടിൽ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിരുന്നേ. ഇവിടുത്തെ പൈപ്പിൽ വെള്ളമില്ല. ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ, വെള്ളടിക്കാൻ വന്നതല്ല. നിന്നോട് വെള്ളടിക്കാനല്ലേ പറഞ്ഞേ? ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ കുവൈത്തിൽ ടാങ്കറിൽ വെള്ളം അടിച്ച് നടന്നവനാ. ആ. അത് പറ്റാഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇനി ഇവിടുന്ന് വെള്ളം അടിക്കാൻ പറഞ്ഞാലല്ലോ അത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലേ തന്നെത്താനെ പോയി കോരണം. ഡ്രൈവർമാരുടെ ഡ്യൂട്ടി അല്ല വെള്ളം കോരലും മറകോട്ടിലും ഒക്കെ. എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ ഇടപാടൊന്നും വിളിക്കുന്നത് കേട്ടോ. എന്താണ് വിളിച്ചാല്? ചെറുപ്പക്കാരായുള്ള നമ്മളോട് പറയും പോലെ പ്രായം ചെന്നവരോട് പറഞ്ഞ അവർക്ക് രസിക്കോ? ഊതരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും യൂണിയൻ അല്ലേ? ആ. വാടാ, ഞാൻ കളി പഠിപ്പിച്ചാരാടാ. എടാ സർദാർജീനെ വരച്ച വരെ നിർത്തിയോടാ ഈ കത്രീന്. പിന്നെ 2 ചോട്ടകള് പാകല്ലോ. അതെന്നാ പറഞ്ഞിട്ട് പോയത്? നമുക്ക് ഭ്രാന്താണ്. പ്രാന്ത് ഞങ്ങൾക്കല്ല, നിങ്ങളുടെ തള്ളക്കാ. എന്താണ് കുത്തേ? പാകൽ തുമാരി മാഹേ. और एक बार बुला है तो
നിന്റെ പല്ലടിച്ച് ഞാൻ കൊഴിക്കും. എന്താണൊന്നും ഉണ്ടാത്തത്? കാണിച്ചാണ് ഞാൻ. ये बुड्ढी हिंदी में गाली देता है, धैर्य नहीं मलयालम बोलो। देखेगा बंदर, बंदर की बच्ची कोरंगती കൊരങ്ങത്തി ഞാൻ വിളിച്ചോ? അടിച്ച് നീ ശരിയാക്കണം. നീ എന്ത് മനസ്സിലാക്കി? വിട്ടില്ല. എന്റെ മാതാവേ എനിക്ക് വയ്യായേ, എന്റെ ഈശോ, എന്റെ അമ്മേ എനിക്ക് വയ്യേ. എടത്തിയേ, പനി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇല്ല റോയി കുഞ്ഞേ, ഇതെന്നെയും കൊണ്ടേ പോവുള്ളെന്ന് തോന്നണേ. പേടിച്ച് പനി വന്നല്ലേ? ആ ഉസ്താദ് ആളാരാണെന്ന് അറിയാവോ? കുവൈത്തിൽ ഹിന്ദിയിലൊക്കെ കവിത എഴുതിയ ആളാ. അയാളോടൊക്കെ എന്തിനാ ഉടക്കാൻ പോകുന്നത്? മരുന്നൊല്ലും വാങ്ങണം. എന്നത്തിനാ കുഞ്ഞേ? മരുന്നൊന്നും വേണ്ട. റോയി കുഞ്ഞിന്റെ കയ്യിൽ ബ്രാൻഡി ഇരിപ്പുണ്ടോ? എന്നാത്തിനാ? കുരുമുള ഇട്ട് 2 പെഗടിച്ചാ പനിയൊക്കെ അങ്ങ് മാറും. ആ ഫസ്റ്റ് മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? സാരമില്ല, കിടന്നട്ടെ, കൊണ്ടുതരാം. വേഗം കൊണ്ടുവരണേ. ഇവിടെ ഇവിടെ ഇരിക്കുന്നു. എന്നതാ കുപ്പി ഇപ്പൊ എവിടെ എടുത്തോണ്ട് പോകുന്നു? കത്തിരണ്ട് ചേട്ടത്തേക്ക് പനിയാ. 2 പേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനാ? റോയിച്ച, എനിക്കൊരു സംശയം. എന്നതാ? ഈയിടെയായിട്ട് റോയിച്ചിനി 2 പെഗ് എന്നുള്ളത് കൂട്ടുന്നുണ്ടോന്ന്? അയ്യേ, എന്താ രണ്ടുപേരും കൂടെ കിച്ചണിൽ കയറിയിരിക്കാൻ? എന്നതാ കയ്യില്? കുറച്ച് പായസം. അയ്യോ, പായസം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. ഷൈനി പറഞ്ഞു. ഇന്നെന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല, വെറുതെ ഉണ്ടാക്കിയതാ. എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടാ. അല്ലേലും ഈ ക്രിസ്ത്യാനിയൊക്കെ ഇറച്ചിയും മീനും അല്ലാതെ വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ഈ തൂശനിലേല് തൊടുകറിയൊക്കെ വെച്ച് ഈ പഴം, പപ്പടം, പായസം ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഊണുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വല്ലോ ഇവക്കറിയാവോ? ദേ കണ്ടില്ലേ പച്ച അരച്ചിട്ട് മൊരിക്കുന്നത്. ഓണം വരട്ടെ. ശ്രീദേവി, ഇത് വെറുതെ സുഖിപ്പിക്കാൻ പറയുന്ന കേട്ടോ. ഏയ്, ഞാനുള്ളത് പറഞ്ഞാ. ഞാൻ വരട്ടെ. കണ്ടോടി, എനിക്ക് പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഉണ്ടായിക്കൊണ്ട് വന്നത്. അവള് മുമ്പും അങ്ങനെ ഹോസ്റ്റലിൽ വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ഉണ്ടായിക്കൊണ്ട് വരും. അങ്ങനെയാണോ? അതെവിടെ വയ്ക്ക്. ആ തേങ്ങ ഒന്ന് ചെരുവി. തേങ്ങ തിരിങ്ങാനോ? അല്ലെങ്കിൽ മീനൊന്നും കണ്ടിക്ക്. തേങ്ങ തിരിങ്ങാം. അതായിരിക്കും. എവിടെ തേങ്ങ? ആഹാ, ഇതെന്നാ ഉറക്ക? റോയിച്ച, 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 മണി എത്രയെന്നറിയോ? എന്നാ കാപ്പി. എന്നാ നോട്ടോ ഇത്? റോയിച്ച, വേണ്ട വേണ്ട റോയിച്ച, വേണ്ട റോയിച്ച, വേണ്ട, വേണ്ട. ചേട്ടത്തി, 1 കപ്പ് കാപ്പി കൂടി. ആർക്കാ? റോയിച്ചനാ. കാപ്പിയല്ലേ ഇപ്പൊ കൊണ്ടുപോയത്? കാപ്പി മറിഞ്ഞുപോയി. മറിയും. ലോകത്താരും കല്യാണം കഴിക്കാത്ത പോലെ ഇങ്ങനെയുണ്ട് ഒരു ഭ്രാന്ത്. വരട്ടെ. എന്തു പറ്റി പിന്നെ? കാപ്പി പിന്നെയും മറിഞ്ഞു വീണു. ആഹാ, ഇനി മറിയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങത്താ, ഇങ്ങോട്ട് താ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. എങ്ങനെയുണ്ട് ഒരു മറച്ചില്? ഞങ്ങൾ ഫിഷ് ഒന്ന് നോക്കിട്ട് വരാം. പാടി മീനൊക്കെ ഞാൻ ഒന്ന് വാങ്ങിച്ചോളാം.
വേണ്ട വേണ്ട, ഇത് വേണോ? ഞാൻ കൊഞ്ചുണ്ടോ നോക്കാം. നല്ല നോക്കി മേടിച്ചു. വേണ്ട, അതൊന്നും എടുത്ത. ഒന്നാണ് ചേച്ചി, 1ാം ക്ലാസ് മീനാ. പിടയ്ക്കുന്ന മീനാ, ഇപ്പൊ പിടിച്ചിട്ടേ ഉള്ളൂ. 1ാം ക്ലാസ് മീൻ വൈകട്ടെ. ചേച്ചി ഈ മീൻ വില കുറച്ച് തരാം. ഇവിടെ അത് കണ്ടോ, 1ാം ക്ലാസ് മീനാ. ഇത് നോക്കൂ. മീനെന്താ വില? അതിന് 15 രൂപ. പെമ്പിളിരിക്കുന്ന കണ്ണ് കണ്ടൂടെ? മാർക്കറ്റ് ആവുമ്പോ തട്ടേത് മുട്ടേന്നൊക്കെ ഇരിക്കും. മുട്ടു. വേണ്ട വേണ്ട. ഈ മീൻ എന്താണോ വില? അതിന് 25 രൂപ. അതിന് 5 രൂപ. വെറുതെ കിട്ടാൻ പറ്റില്ലല്ലോ. ആലവലാതി. ഓ, എന്തൊരു മുട്ടാവും മുട്ടിയത്. കൊഞ്ചില്ല. അതെ, ഞങ്ങളെടുത്ത് എപ്പോഴും ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ? ആ ബ്ലാക്ക് ഷർട്ട് നോക്കണ്ട, ഇവിടെ എങ്ങനെ ഇടിച്ചിട്ട് പോയി. ഓഹോ, നിങ്ങൾ മേടിച്ചോ, ഞാൻ ഇപ്പൊ വരാം. എടോ, മീൻ കറക്റ്റ് വില പറഞ്ഞല്ലേ കിട്ടാ? കുറയ്ക്കാൻ പറ്റത്തില്ല, പറഞ്ഞ വിലയാ. സ്ത്രീകളെ ഞോണ്ടുകയും പിച്ചയൊക്കെ ചെയ്യുന്ന പഴയ നമ്പരാണ്. പുതിയ വല്ലതും ഉണ്ടാക്കി പറഞ്ഞാ എനിക്കും കൂടെ പഠിക്കാമല്ലോ. താനാരാ ചോദിക്കാൻ? ശരിയായിട്ടുള്ള ആള് തന്നെ, അതെന്റെ വൈഫാ. പീസ് വേണം അല്ലേ? ഏയ്, വഴക്കൊന്നുമില്ല. ഒരു സെക്കൻഡ്, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. മുഴുവൻ മീന്റെ നാറ്റം. എത്ര പെർഫ്യൂം അടിച്ചാലും പോകും തോന്നില്ല. രാജേട്ടന് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നെ പറ്റി എന്താ ധരിച്ചിരിക്കുന്നത്? ഞാൻ ഇതൊക്കെ എത്ര കഴിഞ്ഞിട്ടാ ബാങ്കിലോട്ട് കയറിയെന്ന് നിനക്കറിയാവോ? എങ്കിലും റോയ്ച്ചനെ സമ്മതിക്കണം. സിനിമയിൽ കാണുന്ന പോലെ സ്റ്റണ്ട്. കുറച്ചുകൂടെ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? എന്റെ ദേഹത്ത് മുഴുവൻ തെറിക്കുന്നു. ഞാനിപ്പോ കുളിച്ചേച്ച് ഇറങ്ങിയേ ഉള്ളൂ. നീ തേക്ക്, കുറച്ച് നാളുകൂടി ശരീരമൊക്കെ ഒന്ന് അനങ്ങി നിന്ന. നാന്ന് രാജേട്ടൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. ഓമർ ഇടിച്ച് ചമ്മന്തിയാക്കിയനെ. അയ്യടാ രാജേട്ടൻ, 5 കൊല്ലം ഞാൻ മലബാർ ഗോപാലൻകുൽക്കര കീഴിൽ കളരി പഠിച്ചവനാ. അവന്മാര് 3 അല്ല 300 പേര് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് മതി. ഇരുന്നാട്ടെ. അവന്മാരെ കാണിച്ചെന്ന അബദ്ധമായത്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മതി, എണീക്ക്.
എനിക്ക് എനിക്ക് നാറ്റുണ്ടോ? നീ നാറ്റുണ്ടോ? ഇല്ലെന്നേ. ഒന്ന് നോക്കിയേ. ഉണ്ട്, 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 ഉണ്ട്. അയ്യോ, നല്ല വലം തേരിച്ചേ, നല്ല വലം തേര്. അയ്യോ. ആ ഡയറി പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ടോ? എവിടെ? കൂടുതൽ ശ്രദ്ധിക്കണ്ട. ആരാ? മാരേജ് ബ്രോക്കർ സുന്ദരേശൻ. എന്നെ കാണുമ്പോഴൊക്കെ ഓടി വരും. വല്ല നല്ല കേസുകളുണ്ടോന്ന് ചോദിച്ചു. കേസുകളോ? ആ, പെൺകുട്ടികളെ. ആ, നല്ല ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സും ഒക്കെ പുള്ളിയുടെ കയ്യിലുണ്ടത്രേ. നിന്നെ കണ്ട ഇപ്പൊ ഒന്ന് ചോദിക്കും കല്യാണം കഴിച്ചാണോന്ന്. ചോദിച്ചാ നീ പറഞ്ഞാ മാരേജ് ചെയ്തിട്ടില്ല. അയ്യോ, പിന്നെ അയാൾ വീട്ടിലേക്ക് കയറി വരും. അത് വരുമ്പോ നോക്കാം. അല്ല, ഈയിടക്ക് അമ്പലത്തിലൊന്നും കാണാറില്ലല്ലോ, ദേവന്മാരൊക്കെ അങ്ങ് മറന്നോ? ഞാൻ നടക്കട്ടെ ചേച്ചി. എന്താ പേര്? ഷൈനി. അതാ നല്ല ഷൈനി. നല്ല ഐശ്വര്യമുള്ള മുഖം. ആരാ? സ്വന്തക്കാരാ? താഴത്തെ ഫ്ലാറ്റ് താമസിക്കുന്നത്. പുതിയതായിട്ട് വന്നാണല്ലേ? അതെ. ഒരു ഡോക്ടർ കേസ് തൊട്ടുണ്ട്, അമേരിക്കയില. കയ്യോടെ പിടിച്ച കാര്യം നടക്കും. ഞാൻ അവരോട് പറയാം. ആ കാര്യം ഞാൻ ഏറ്റെന്നേ. വരട്ടെ വരട്ടെ. നീ സിസ്റ്റർ, ഞാൻ ബ്രദർ. ഇത് വെറും ജോക്കാണേ. രാജ്മോഹൻ, ഇവളുമാരെയൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. അമേരിക്ക, ലണ്ടൻ എന്നൊക്കെ കേട്ടാൽ നമ്മളെ വിട്ടുപോകാൻ വരെ അവർ മടി കാണിക്കത്തില്ല. ആന്ന്. നിങ്ങൾ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നേ? ഞാൻ കൂടെ ഉള്ളപ്പോ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ റോയിച്ചും വെറുതെ വിടാറുണ്ടോ? എന്നിട്ട് പറയും വലിയ സൗന്ദര്യ ആരാധകനാണെന്ന്. അല്ലേ? ബ്രോക്കർ ഒന്ന് ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. ഷൈനിയെ കണ്ട കല്യാണം കഴിഞ്ഞതാണെന്ന് ആർക്കും തോന്നൂല, അല്ലേ? ഏതായാലും അയാൾ ഇവിടെ കയറി വരുമെന്ന് ഉറപ്പാ. ഞാൻ മാറിക്കളയും. ഓ, ഒരാളും വേണ്ട. അയാളെ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഏതാണ് പഠിച്ചോണ്ട് ബാക്കി കരച്ചില്ലല്ലോ. ഇതെന്താ? ഒരുത്തൻ മാറുമ്പോ വേറെ ഒരുത്തൻ. ടാറ്റ കമ്പനിയിലെ ഷിഫ്റ്റ് പോലെ. ഞാനല്ല, അവൾ അവിടുന്ന് ഇങ്ങോട്ട് കണ്ണുമൂക്കും കാണിച്ചതാ. എനിക്ക് ഈ ലേഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. എന്തിന്? നിങ്ങളോട് ഈ കാലം വരെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള നിങ്ങളോട് മിണ്ടാണ്ടാണ് അന്യ വീട്ടിലുള്ള അവളോട് മിണ്ടാൻ പോകുന്നത്. പോയോ? ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിലേ ഇത് കൊണ്ട് തട്ടുന്ന പോലെ നിന്നെയും തട്ടും. ഹലോ, എങ്ങോട്ടായി വാണം വിട്ട പോലെ പോകുന്നത്? ബാങ്ക് മാനേജർ ഒന്ന് കാണണം. അവര് മോളിലില്ല, ഇപ്പൊ താഴെയുണ്ട്. ഓ, ആ, നമ്മളാരാ മനസ്സിലായില്ലോ? മിസ്റ്റർ മാലയോഗം. മാലയോഗം എന്ന് വെച്ചാല്? ബ്രോക്കർ. എന്തിന്റെ ബ്രോക്കർ? മാരേജ് ബ്രോക്കർ. അത് ശരി, അല്ല വേറൊന്നുമില്ല. അല്ല, എടാ, നീ ആ കുന്നുംപുറത്തെ കമലാക്ഷിയുടെ മോനെ നല്ല കിളി പോലത്തെ പെണ്ണാന്നും പറഞ്ഞു ഒരുത്തിയെ കൊണ്ട് കൊടുത്തില്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പം അവള് വേറൊരുത്തന്റെ കൂടെ പോയി. ഇതാന്നോടാ നിന്റെ കിളി പോലത്തെ പെണ്ണ്? എന്റെ പൊന്ന് ചേച്ചി, ഞാൻ സത്യകേടൊന്നും കാണിച്ചിട്ടില്ല. കിളി ഒരിടത്ത് അധിക നേരം ഇരിക്കാറില്ല. മറ്റു വല്ലയിടത്തുനിന്നല്ല, തീറ്റ കാണുമ്പോ അത് അങ്ങോട്ട് പറന്നു പോകും. പിന്നെ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഹലോ, എന്താ പ്രശ്നം? കുട്ടിയെ കാണാൻ വന്നതാ. കുട്ടിയോ? ആ, കുട്ടി ഇവിടെ അല്ല, മേള. ആ കുട്ടിയല്ല, ഇവിടത്തെ കുട്ടി, പെൺകുട്ടി. പെൺകുട്ടിയോ? ആ, എന്നെ മനസ്സിലായില്ലേ? മിസ്റ്റർ മാലയോഗം, മാരേജ് ബ്രോക്കർ. അത് ശരി. ഇരുന്നട്ടെ. എനിക്ക് ആളെ മനസ്സിലായില്ല. ആ, പിന്നെ കുട്ടിയുടെ ജാതകം ഫോട്ടോ ഒന്ന് വേണം. ഒരു ഡോക്ടർ ഉണ്ട്, അമേരിക്കയിലാ. ഡോക്ടർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ സാർ. ഇയാൾ എഞ്ചിനീയറാ, ഇറാഖിലാ, എണ്ണ കമ്പനിയിലാ ജോലി. പുള്ളിക്കാരൻ വിചാരിച്ച ഡീസലും പെട്രോളൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും. ഇത് IAS ജോർദാനിലാ. IAS ജോർദാനിലോ? ഇവിടെ IAS കിട്ടാത്തോണ്ട് ജോർദാനിൽ പോയെന്ന് മാത്രം. വലിയ ചിന്തയിലാണല്ലോ. അത് പെണ്ണ് കെട്ടാത്തിന്റെ വിഷമമാ. ഇയാൾ ആഫ്രിക്കയിലാ. ആദിവാസിയെ പോലെ ഉണ്ടല്ലോ ഗെറ്റപ്പ്. വാലും കൂടെ വെച്ചാ കൊരകനെ പോലെയാവും. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല സാറേ, ആള് നല്ല സുന്ദര കുട്ടപ്പനാ. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ഇതിലേത് വേണമെങ്കിലും സാറിന് പെങ്ങൾക്ക് യോജിക്കും. ഞാൻ പെങ്ങളോടൊന്ന് ചോദിക്കാം. പെങ്ങളെ, വലിയ നാണക്കാരിയാ. എല്ലാ പെമ്പിളരും അങ്ങനെയാ. ഇതിലാരെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് നോക്ക്. എല്ലാം ചേട്ടന്റെ കണ്ടോ? ഇതാണ് തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികൾ. ഇതിലേതാ വേണ്ടത്?
ഏത് വേണമെങ്കിലും താൻ സെലക്ട് ചെയ്തു, എല്ലാം തനിക്ക് വിട്ടുതന്നില്ല. അപ്പോ ആ ഫോട്ടോയും ജാതം ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അയ്യോ, ജാതകമില്ല. ഫോട്ടോ വേണമെങ്കിൽ നീ ആ ഫോട്ടോ എടുത്തേ. ഫോട്ടോ ഇപ്പൊ കൊണ്ടു. ഇത് കല്യാണ ഫോട്ടോ, അപ്പൊ ഡൈവേഴ്സി ആയിരിക്കും. അതെ, കല്യാണ ഫോട്ടോ തന്നെയാണ്. ഇരി, 6 മാസമേ ആയുള്ള കല്യാണം കഴിച്ചത്. അതിനു മുമ്പ് തനിക്ക് അവളെ ഡൈവേഴ്സിയാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റോഡിൽ കൂടി കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ കണ്ടാൽ പോരുത്. ചായ 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 കുടിച്ചോളാം. ഈ ഏരിയയില് അമ്മമ്മയുടെ അല്ല, ഈ കള്ളന്റെ കണ്ണിലാ പെട്ടത്. കള്ള ബെടുവാ, പെട്രോൾ ഊറ്റിയാണല്ലേ? ഞാൻ അങ്ങോട്ട് പെട്രോൾ ഒഴിക്കായിരുന്നു. ഓഹോ, ഇങ്ങനെയാണ് ഒഴിക്കുന്നത്. പക്ഷെ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഇങ്ങനെ പെട്രോൾ ഒഴിക്കാൻ അറിഞ്ഞൂടല്ലേ? ഈ ഗൾഫ് കൺട്രീസിൽ മുഴുവനും ഇങ്ങനെയാണ് പെട്രോൾ ഒഴിക്കല്. ഇവിടെ എങ്ങനെയാണോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓ, അപ്പൊ ഒരു സംശയം, അവിടെ ഉള്ളവരൊക്കെ ചോർന്നുന്നത് ഇതിലെയാണോ അതോ പെട്രോൾ ലീക്ക് ഉണ്ടെന്ന് റോയി സാർ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പോഴല്ലേ മനസ്സിലായത് ലീക്ക് ആരുടെ പോക്കറ്റിലേക്കാ പോകുന്നതെന്ന്. ഗുരുവായൂരപ്പനാണ് സത്യം, ഞാനിത് റോയി സാറിനോട് പറയും. ചതിക്കല്ലേ, കാശിന്റെ ബുദ്ധിമുട്ടോട് ചെയ്തു പോയതാണ്. ദൈവത്താണ് സത്യം, ഇനി ഞാനിത് ചെയ്യൂല. ഉറപ്പ്? ഉറപ്പ്. കൃഷ്ണനാണ് സത്യം, നമ്മൾ ഒന്നല്ലേ. അച്ഛനോ? ഇരിക്കാനൊന്നും നേരമില്ല മോളെ. നമ്മുടെ പരമേശ്വരൻ നായരുടെ മൂത്ത മോന്റെ നിശ്ചയമാ. ഇവളെ ഇവിടെ ആക്കിയിട്ട് എനിക്കങ്ങ് പോണം. മോള് സ്കൂളിൽ പോയ ചേച്ചി, നീ വരുമെന്ന് പറഞ്ഞ് പോകാതിരുന്നതാ. ഉച്ചയ്ക്കെത്തും. രാജന് ഇവളുടെ കാര്യമെല്ലാം ശരിയാക്കിയിട്ടില്ലേ മോളെ? നാളെ അല്ലേ ഇന്റർവ്യൂ? രാജേട്ടൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഓ, ഷൈനി, അച്ഛൻ അറിയില്ലേ? ഷൈനി കോട്ടയത്തുള്ള, ഇവിടെ താഴെ താമസം. എന്നെ ഓർക്കുന്നു? പിന്നെ പഴയ ചങ്ങാതിമാർ രണ്ടിനും ഒരിടത്ത് തന്നെ എത്തി. ആഹാ, ശ്രീലക്ഷ്മിയോ? നീയും ഒത്തിരി വളർന്നുവല്ലോ. അമ്മയ്ക്കൊക്കെ സുഖമാണോ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലേ ചേച്ചി? നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇറങ്ങട്ടെ. അച്ഛനെന്നെ ഉടനെ പോകുന്നേ? ഒരു കല്യാണം വെച്ചുകൊണ്ട് മോളെ, അടുത്താണ് വരുമ്പോ കാണാം. വരട്ടെ. നീ എത്രയല്ലേ പഠിക്കുന്നേ? പ്രീ ഡിഗ്രി. രാജേട്ടാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വന്നേക്കാം. ഷൈനി, ഷൈനി നീ പോകുന്നുണ്ട്, വേമാ. ഇത് വരുന്നടി. രാജേട്ടാ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ ഡ്രോപ്പ് ചെയ്യണേ. കേറ്. ആഹാ, അവിടെ നിൽക്കേ. നീ എന്താ രാജേട്ടനെ ഡ്രൈവറാക്കാൻ പോവാ? വേണ്ട, കയറിയിരിക്കേ. അത് കൊള്ളാം. ബൈ ബൈ. മേളത്തെ സാറും താഴത്തെ കൊച്ചമ്മയല്ലേ? മോളത്തെ കൊച്ചമ്മ അവിടെ ഉണ്ടോ? കാണുമായിരിക്കും. അല്ല, വലിയ വലിയ ആൾക്കാർക്ക് കാര്യമൊന്നും വലിയ പ്രശ്നമല്ല. ഇത് താഴത്തെ സാറും മോളത്തെ കൊച്ചമ്മ കൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. താനൊന്ന് തൂക്കി തരുന്നുണ്ടോ? അല്ല, വല്ലോന്റെ കാലത്ത് നമ്മളെന്തിനാ ഈ തലയെടുത്ത്? തൂക്കൊന്നും വേണ്ട, ആവശ്യമുള്ള എടുത്തോണ്ട് പോക്കോ. ശ്രീ, എന്താ ചേട്ടാ? പിന്നെ അകത്ത് ശ്രീലക്ഷ്മി ആയിരുന്നോ? ഞാൻ ശ്രീദേവിയെ വിളിച്ചത്. രാജേട്ടൻ വിളിച്ചോ? രണ്ടാളും എത്തിയല്ലോ. പിന്നെ ശ്രീന്ന് വിളിച്ച രണ്ടാളും എത്തില്ലേ? എന്നെ വീട്ടിൽ ശ്രീന്ന് വിളിക്കുന്നത് ഇതൊരു പ്രശ്നമാണല്ലോ. ഇനി മുതൽ നിന്നെ ഞാൻ ശ്രീലക്ഷ്മിനെ വിളിക്കും, ഇവളെ ശ്രീന്നും. എന്റെ പൊന്നു അങ്ങനെ വിളിച്ചാൽ മതി. മോള് പോയി കിടന്നു, രാവിലെ സ്കൂളിൽ പോകാനുള്ളല്ലേ. നമ്മുടെ കൃഷ്ണ എപ്പോ വരുമെന്ന് പറഞ്ഞിട്ട് പോയത്? തിങ്കളാഴ്ച രാവിലെ എത്താന്നാ പറഞ്ഞത്. എന്താ? അല്ല, നാളെ എറണാകുളം വരെ ഒന്ന് പോണമായിരുന്നു. ഈ ഒറ്റയ്ക്ക് ഓടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാൽ ഒരു... എന്താ ഷൈനി? ശ്രീദേവി, വീട്ടിൽ നിന്ന് അപ്പച്ചന്റെ കോൾ ഉണ്ടായിരുന്നു. അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്താ അസുഖം? പെട്ടെന്നൊരു തലകറക്കം വന്നു. ഡോക്ടറെ കാണിച്ചപ്പോ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളൊന്ന് പോയിട്ട് വരാന്ന് വിചാരിക്കുക. രണ്ടുപേരും പോകുന്നുണ്ടോ? ഒന്ന് പോയിച്ചു വരാം. എന്നാ താഴേക്കല്ലട്ടെ. ശരി, ഗുഡ് നൈറ്റ്.
എന്താ സീരിയസ് ആയിട്ട് എന്തെങ്കിലും? സീരിയസിൽ ഒരു മണ്ണാങ്കട്ടയില്ല. ഇത് സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാ. നമ്മുടെ മദർലോയെ അനാവശ്യമായിട്ട് ഒരുപാട് ഫുഡ് കൺസ്യൂം ചെയ്യും. അതിന്റെ ഏനക്കേടാ. ചുരുക്കി പറഞ്ഞ മനുഷ്യനെ മെനക്കെടുത്ത് പോയി വരട്ടെ. ആ പെണ്ണുങ്ങളോട് ചോദിക്കാം, ഒന്ന് നിർത്തിക്കേ. ആ എന്നാ തരണം? ഒന്ന് നിക്കണേ, ആ, ഇതും കൂടെ ഒന്ന് പിടിച്ചാ. ആ, ഓ എന്റെ ഒരു ആ, ഇവരോട് ചോദിച്ചാലോ? ആ. വിമാനത്താവളത്തിലെ റോയിച്ചന്റെ വീട് ഏതാ? ദേ ആ കാണുന്നതാ ആ. അവിടെ. അയ്യോ ഇവരെങ്ങനെ അറിഞ്ഞു? അത് ജോലിച്ചേരുടെ വീടായിരിക്കും. അത് ശരി. നോക്കാം. കൂടാരം. പട്ടിയിലും കാണും. നീ ഉള്ളപ്പോ പിന്നെ വേറെ ഒരെണ്ണം എന്നാത്തിനടി? അയ്യോ എന്ത് വലിയ ബംഗ്ലാവ്. ആ, ആ, ആ. അയ്യ ചെറുക്കൻ. അയ്യ. അയ്യോ ദേ കാർ. ആ. പിന്നെ അതിനകത്തോട്ട് ഒന്ന് നോക്കിക്കോട്ടെ. ആ. അയ്യോ ദേ ഇരിക്കാനൊക്കെ കസേരയാണ്. അല്ല ബെഞ്ചിടാ. അതാ ഞാൻ ബെല്ല് ബെല്ല. കർത്താവേ ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കുക? രണ്ടും കൂടി വല്ലയിടത്തും തെണ്ടാൻ പോയിരിക്കും. ആരാ? അയ്യോ നീനകത്ത് നോണോ? ആണ്ടേ എവിടെ? എല്ലായിടത്തും. ആ. എന്താ? ഞാൻ മാത്തച്ഛൻ, ഇവൾ അന്നാമ്മ, എന്റെ കെട്ടിയോളാ. ഇവിടെ താമസിക്കുന്ന റോയും പെണ്ണും പിള്ളയും ഇവിടെ ഇല്ലയോ? അവരിവിടെ ഇല്ലല്ലോ. അയ്യോ ഷൈനയുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് നാട്ടിൽ പോയിരിക്കാം. എന്റെ യേശുവേ നമ്മളിനി എന്നാ ചെയ്യും? അവരെന്ന് വരുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നേ? ഇന്നലെ പോയത്, ചിലപ്പോ ഇന്ന് വന്നേക്കും. ആഹാ, അവരൊന്നും പറഞ്ഞില്ലയോ ഞങ്ങൾ വരുന്ന കാര്യത്തെ പറ്റി? ഇല്ല. നിങ്ങൾ അവരുടെ ആരാ? എന്റെ അമ്മച്ചിയും റോയിയുടെ അമ്മച്ചിയും ചേട്ടത്തി അനിയത്തി മക്കളാ. അതായത് ഞാൻ അവന്റെ ചേട്ടനാ. സ്വന്തം ബന്ധമൊന്നും പറയണ്ട. ഇനിയിപ്പോ മണ്ണാർക്കാട്ടേക്ക് തിരിച്ചു പോകും വണ്ടിയും കിട്ടത്തില്ല. എന്റെ യേശോയെ എന്നാ പണിയായി റോയിച്ചൻ കാണിച്ചേ? കണ്ടിട്ട് അത്യാവശ്യമുള്ളതാ. ഇനിയിപ്പോ എന്നായോ അന്നാമ്മേ? പല ലോഡ്ജിലും റൂം എടുത്ത് കൂടാ. കണ്ടിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു മിനിറ്റ് നിൽക്കാവോ? അയ്യോ ഒരു മിനിറ്റ് അല്ല, എത്ര മണിക്കൂർ വേണേലും നിൽക്കാം. പക്ഷെ ഞങ്ങൾക്ക് അവരെ കണ്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. എങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോ വരാം. എന്റെ അൾമിരാന്ത് ബ്ലോനെ, മുട്ടിനൊരു വേദന. രാജേട്ടാ, റോയ്ച്ചന്റെ ബ്രദറും വൈഫും വന്ന് താഴെ നിൽക്കുന്നു. അവരോട് ഉണ്ടാകുന്ന കരുതി വന്നതാ. റോയ്ച്ചന് ഷൈനി ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ വിളിച്ചിരുത്തിയാലോ? അവര് ലോഡ്ജിൽ മുറിയെടുക്കാൻ ആലോചിക്കാം. ഇപ്പോ എന്തുകൊണ്ടാണ് നീ പറയുന്നത്? നമ്മളിവിടെ ഉള്ളപ്പോ ലോഡ്ജിൽ മുറിയെടുപ്പിച്ച റോയ്ച്ചൻ എന്ത് വിചാരിക്കും? അവരിന്ന് വൈകിട്ടിന് എത്താതിരിക്കില്ലല്ലോ. എവിടെ വിളിക്കാനാ? പാലായ്ക്ക് പോയവരെ കോട്ടയത്ത് വിളിച്ചാ കിട്ടുവോ? എനക്ക് തലയ്ക്ക് വട്ടാ. നേരാ, എനിക്കത് പോയില്ല. ആ, നിനക്കത് പോകത്തില്ല. നീ ആ താറാവുകാരൻ ആഹയുടെ മോളല്ലേ? താറാവിന്റെ മന്നത നിനക്കും ഉണ്ടേ. വരൂ നമുക്ക് മുകളിലേക്ക് പോകാം. സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം എന്നമ്മോ. അവര് വരുന്നത് വരെ ഇവിടെ ഇരിക്കാം. അവരിന്ന് വന്നില്ലെങ്കിലേ നിങ്ങൾക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടാവത്തില്ലയോ? അവരിന്ന് വന്നില്ലെന്ന് വെച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാനുള്ള സൗകര്യം. അയ്യോ ഇത് ഇതിയാന്റെ കൂടെ പറപ്പാ. വായുവിന്റെ ഉപദ്രവാ. ഒന്നും വിചാരിക്കില്ലേ? ഇല്ല വാ. അയ്യോ കെട്ടിയവനായിരിക്കുമല്ലയോ? അതെ. യോ ശ്രീരാമനെയും പാർവതിയും പോലുണ്ട്. ശ്രീരാമനും പാർവതിയും അല്ല, ശിവനും പാർവതിയും. അയ്യോ എനിക്കങ്ങ് പോയില്ല കേട്ടോ. എന്നാ ഏർപ്പാടാ? കൃഷിയാന്നോ? അല്ല, ഞാൻ ബാങ്കിലാ. അയ്യോ ഇക്കാലത്ത് ചിട്ടിക്കമ്പനി ചേർന്ന എന്നാ കിട്ടാനാ? ദാരിദ്ര്യവാ അല്ലയോ? ഇരിക്കും. എനിക്ക് വയ്യ. ഒന്നും വിചാരിക്കല്ലേ. ഇച്ചായന് അത് അവിടെ ഉണ്ട്. അവിടെ ആയിരിക്കുമല്ലേ? വെച്ചോ. പോയേച്ച് വരുമ്പോ ജീരോളം ചോദിക്കും. അല്ല കൊച്ചു ബുദ്ധിമുട്ടണ്ട. അടുക്കള എവിടെയാണെന്ന് കാണിച്ചു തന്നാ മതി. ഞാൻ ഏറ്റ്. ഒന്ന് പിടിച്ചോ. അവിടെ ആയിരിക്കുമല്ലേ? അടുക്കളക്കാരിയാണല്ലോ. എനിക്ക് അത്യാവശ്യം അല്പം ജീരകം വേണമായിരുന്നു. ഇവിടെ എവിടാ ജീരകം വെച്ചിരിക്കുന്നത്? ഇവിടാണോ? ഈ കുപ്പിയിലാണോ? അത് ഇവിടെയാണോ? റോയ്ച്ചന്റെ ചേട്ടന്റെ ഭാര്യ. ആ കിട്ടി കിട്ടി കിട്ടി. ജീരകം കിട്ടി കിട്ടി. എനിക്ക് വെള്ളം തിളപ്പിക്കണോ? ഏത് നേരത്താണോ ഇയാളെ ഞാൻ ഇട്ടത്? എനിക്ക് വെള്ളം വേണമെന്ന് മാറ്റി വെച്ചോട്ടെ. അതിയാനേ വായുവിന്റെ അസുഖം. വെള്ളം കൊടുത്തില്ലേ ചിലപ്പോ ചത്തുവോ. അതുകൊണ്ടാ. ഒന്നും വിചാരിക്കല്ലേ. അല്ല വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ വിചാരിച്ചിട്ട് എന്നാ ചെയ്യാനാ? ഇപ്പൊ ആവും. അതെവിടെ ഇരിക്കട്ടെ. അന്നമ്മോ വേഗം കൊണ്ടുവന്നേടി. ദാ വരുന്നു. എന്റെ കർത്താവേ. നല്ല ചൂടുണ്ടേ, സൂക്ഷിച്ചു കുടിക്കണം. മുറുക്കാൻ എന്തിയേ? അതിന്റെ പുറത്താ കയറിയിരിക്കുന്നു. ചുളിഞ്ഞ നാമാവിശേഷമായി.
നില്ല് ഇത് എന്നാ പോക്കാ? ആരാ നിങ്ങളാരാ? കൊച്ചു കൊള്ളാവല്ലോ. ഞങ്ങൾ ഇവിടുത്തെയാ. അതെന്റെ മോളും അനിയത്തിയാ. അയ്യോ എനിക്കങ്ങ് പോയില്ല കേട്ടോ. ഒന്നും വിചാരിക്കില്ലേ. ഇതാരാ മമ്മി? റോയ്ച്ചന്റെ ചേട്ടനും ചേട്ടത്തിയാ മോളെ. അയ്യോ ഇത് ഗ്യാസ് ആവുഞ്ഞേ. അയ്യോ അങ്ങനെ വല്ല ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ കുഞ്ഞെ. ഇത് ചുമ്മാ കന്നുകാലി കരയുന്ന പോലെ മനുഷ്യനെ പേടിപ്പിക്കാനല്ലാതെ യാതൊരു ഗുണവുമില്ല. ഡോക്ടറൊന്നും കാണിച്ചില്ല. പിന്നില്ലേ കാണിക്കാൻ ഇനി ഒരു സ്ഥലവുമില്ല. എല്ലാവരും കുറച്ച് ഗുളികയും മരുന്നും തന്നു വിടും. അതുകൊണ്ട് ഒരു കുറവുമില്ല. ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞാ വന്നത്. അയാളുടെ കൈവശം ഒരു തെറാപ്പി ഉണ്ടെന്ന്. ഇരിയാന്റെ ഗ്യാസ് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ മേല. നാട്ടുകാരൊക്കെ ഇരിയാനെ വിളിക്കുന്നത് ഗ്യാസ് മാത്തച്ഛനെന്നാ. അങ്ങനെ വിളിക്കുന്നവന്റെ തന്തയ്ക്ക് വിളിക്കാതെ നീ നിന്ന് ചിരിച്ചിട്ടല്ലയോ എന്നെ എങ്ങനെ വിളിക്കുന്നേ? അതെ 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 അത് പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഉരുളക്കിഴങ്ങ് ചേന ചേമ്പ് ഇതൊന്നും ഇരിയാന് കൊടുക്കാൻ മേല. അപ്പൊ പ്രത്യേകമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കണം. എന്നാ ഞാനും കൂട്ടി അല്ലട്ടെ. ഒന്നും വിചാരിക്കല്ലേ. അല്ലേലും ഒന്നും വിചാരിക്കല്ലെന്നുള്ളത് എനിക്ക് അറിയാവല്ലോ. ഒരുവിധം തിന്നാൻ കൊള്ളാവുന്നതല്ല ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് തിന്നാനുള്ള യോഗം കർത്താവ് എനിക്ക് തന്നിട്ടില്ല. മുറിക്കാതിരുന്നാലേ അസുഖം കൂടും. പുറത്തിറങ്ങിയ അല്പ ആശ്വാസം കിട്ടും. ഒന്നും വിചാരിക്കുകയല്ലെന്ന് എനിക്കറിയാം. താഴെ കാർ കിടക്കുന്നത് കണ്ടുകൂടെ? തുപ്പാൻ മരങ്ങ് സ്ഥലം കണ്ടില്ലേ? താൻ ഏത് കോത്താഴ്ത്തുകാരനാടു? മുറുക്കിയ ഞാൻ താഴേക്കേ തുപ്പാറുള്ളൂ, വേറെ എങ്ങും തുപ്പാറില്ല. തുപ്പുന്നിടത്താണോ കാറ് കൊണ്ടുവന്നിടുന്നേ? ഇയാളെ ഏത് കോത്താഴ്ത്തുകാരനാ? ഇതിവിടെ കിടക്കട്ടെ. കാണേണ്ടവർ കണ്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞോളാം. കാണേണ്ടവർ കണ്ടിട്ട് ബാക്കി പറഞ്ഞോളാന്ന്. എടി അന്നമ്മോ, നീ ബാത്റൂമിൽ സ്ഥിര താമസമാക്കിയോടി. വന്നേടി. ഇതെന്നതാടി ഇത്? നീ ഇതിനകത്ത് എങ്ങനെ കേറി? ഇതാരുടേതാ? ശ്രീദേവി കൊച്ചിന്റെ ചൂണ്ടിയതാ. എനിക്കെങ്ങനുണ്ട്? സത്യം പറയാമല്ലോ, നിനക്ക് മുണ്ടും ചട്ടയവാ ചേർച്ച. ഇക്കാലത്തെ പെണ്ണുങ്ങൾ ഇത് വിട്ടോണ്ടാ രാത്രി കിടന്നുറങ്ങുന്നേ. ഇതാ സുഖം. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയല്ല. അയ്യോ ഇതിനെ പാല് കുടിക്കണ്ടായോ? ആ പാല് കുടിക്കാതെ കിടക്കരുത്. ഞാനൊന്ന് പോയി നോക്കിയേച്ച് വരട്ടെ. ഇവിടെ പാലിരിപ്പുണ്ടോ? ഇല്ല, ഇത് ഇവിടുത്തെ കുഞ്ഞിന് കൊടുക്കാനുള്ള. അത് പോട്ടെ, അത് സാരമില്ല. പിന്നെ അതിയാനേ കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാല് കൊടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ടാ. ഒന്നും വിചാരിക്കല്ലേ. അല്ല വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇത് ശ്രീദേവി കൊച്ചിന്റെയാ? അതെ. അവിടെ കിടന്നിരുന്ന എനിക്കെങ്ങനെയുണ്ട്? വെള്ളത്തില്ലേ? അയ്യോ മുഷിഞ്ഞതാണല്ലോ. അങ്ങനൊന്നുമില്ലല്ലോ, നല്ല സെന്റിന്റെ മണം. ഇത് ഞാൻ എടുത്തോട്ടെ. ഒന്നും വിചാരിക്കല്ലേ. അല്ല എനിക്കറിയാം. ഉറങ്ങിയോ? എന്റെ കർത്താവേ. എന്നതാടി ഒരു വെള്ളത്തിന്റെ ചൊവ? കെട്ടിയോന് തരുന്നെങ്കിലും മായം ചേർക്കാതെ തരാൻ മേലെ. ഇന്ന് പാല് കുറവായിരുന്നോ? ഇതാ കൊച്ചിന് വെച്ചിരുന്ന പാല് ഇച്ചിരി ഉണ്ടായിരുന്നു. അവര് വെള്ളം വല്ലതും ചേർത്ത് കാണും. വെള്ളം ചേർത്ത പാല് ഞാൻ കുടിക്കല്ലേ നിനക്ക് പറയാൻ മേലായിരുന്നോടി? കിട്ടിയതങ്ങ് കുടിച്ചാട്ടെ. ഇത് ചൂണ്ടാൻ പെട്ട പാട് എനിക്കും കർത്താവിനും അറിയാവൂ. എന്നാ നീ കുടിച്ചോ, നീ ചെറുപ്പമാവട്ടെ. കർത്താവേ, ഇപ്പൊ എന്നെ കണ്ട എന്നാ പ്രായം തോന്നിക്കും? എന്നെക്കാൾ പ്രായം തോന്നിക്കും. അതങ്ങ് മനസ്സിരിക്കട്ടെ. ഇരിയാന് പ്രായമായെന്ന് വെച്ചേ ഞാനെങ്ങനല്ല. അതെനിക്ക് അറിയാമടി, ഞാനല്ലേ അനുഭവിക്കുന്നത്. എന്റെ ഈ ഗ്യാസിന് കാര്യം ചേമ്പും ഉരുളക്കിഴങ്ങും കടലപ്പരിപ്പും ഒന്നും അല്ല, നീ തന്നെ. ഞാനും ഗുളിക എടുക്കട്ടെ. കുടിച്ച് സംസാരിക്കേ. മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. മാസം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് രണ്ടിലും ചവിട്ടി കൂട്ടി റോയ്ച്ചിന്റെ ആൾക്കാരെ മുഖം കറുപ്പിച്ച് ഒന്നും പറയല്ലേ. ഇല്ല, ഞാൻ പിടിച്ചൊരു ഉമ്മയും കൊടുക്കാം. നമുക്ക് അവരെ കൂടെ വിളിക്കാം. കുറവില്ലെങ്കിൽ ആശുപത്രിയിലോട്ട് പോയാലോ? എന്റെ ഈശോ മിശിഹായെ വേണ്ട, അവര് ഓപ്പറേഷൻ നടത്തും. ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ചത്തിട്ട് നിനക്ക് വേറെ കല്യാണം കഴിക്കണം അല്ലയോടി? വർത്താനം പറയരുത്. എന്താ ഒന്നും പറയണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാത്രി വായു കയറി ക്ഷോഭിക്കും. ഇന്നത്തെ ഭക്ഷണം അല്പം കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് നേരാ. പുട്ടും കടല എന്നെ ശരിക്ക് തട്ടിയിട്ടുണ്ട്. കടല ഗ്യാസാ എനിക്കറിയാം, എന്നാലും ഞാൻ കഴിച്ചുപോയി. ഇവിടെ മറ്റെന്തെങ്കിലും മരുന്നുണ്ടോ? മറ്റെന്തെങ്കിലും മരുന്നില്ല,
വയറുവേദനയ്ക്കുള്ള മരുന്ന് വേണമെങ്കിൽ തരാം. അതെങ്കിലും കുറച്ച് കൊടുക്ക് സാറേ. ഇന്നെങ്കിലും സമാധാനത്തോടെ ഞാൻ ഉറങ്ങിക്കോട്ടെ. നിന്നെ കെട്ടിയ അന്ന് രാത്രി ഇരിയാന്റെ ഏമ്പക്കം കേട്ട് ഞെട്ടിയ ഞാൻ പിന്നെ 7-ന്റെ അന്നാ കിടക്കേന്ന് പൊങ്ങിയത്. ഒന്നും വിചാരിക്കല്ലേ, ഇരിയാന്റെ ഏമ്പക്കം അന്നാ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ചൂടായിരുന്നോ? കാണിക്കാഞ്ഞിട്ടാന്നോ കുഞ്ഞെ? അവരെല്ലാം പറയുന്ന സെമിത്തേരി ചെന്നൈ ഇത് മാറത്തുള്ളെന്നാ. സെമിത്തേരി അല്ലടി, സുൽത്താൻ ബത്തേരി. ബത്തേരിയിൽ ഒരു കങ്കാണി വൈദ്യനെ എന്നെ കൊണ്ട് കാണിക്കുന്ന കാര്യവാ എവള് പറഞ്ഞേ. ഓപ്പറേഷന് പോവാൻ ഇരിയാന് ഭയങ്കര പേടിയാ. അതുകൊണ്ടാ ഓപ്പറേഷൻ നടത്താത്ത ഒരു ഡോക്ടറെ തേടി ഇങ്ങോട്ട് വന്നേ. അതിനാ റോയ് ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് വേണ്ടേ നടത്താൻ. റോയ് ഉടനെ എത്തണെന്നാ ഞങ്ങളുടെയും പ്രാർത്ഥന. വെള്ളം വേണ്ട, വിഴിഞ്ഞാ മതി. വയറ്റിനകത്തൊക്കെ ഒരു പൊട്ടലും ചീറ്റലും. ഇരിയാൻ എന്നെ പൊട്ടാത്ത വിഴുങ്ങിയോ? പൊട്ടാനും ചീറ്റാനും ഇതങ്ങ് വിഴുങ്ങു മനുഷ്യ. 5 മിനിറ്റ് കഴിയുമ്പോ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. ഞങ്ങൾ പോട്ടെ. അയ്യോ, നിങ്ങളങ്ങ് പോവാണോ? നിങ്ങളൊക്കെ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്ന എനിക്കൊരു ധൈര്യം കിട്ടിയേനെ. നിങ്ങളും ഞങ്ങളോടൊപ്പം ഉറക്കമുളച്ചിരുന്ന വലിയ ഉപകാരമായിരുന്നു. പാതിരാക്കി ഞാൻ ഇരിയാനെ മേപ്പോട്ട് കെട്ടിയെടുത്ത എനിക്ക് വായട ചീവീട് എന്നതാ പറഞ്ഞേ? അയ്യോ, എനിക്കങ്ങ് പോയില്ല. അതെനിക്ക് കേന്ദ്രത്തിൽ എന്തൊക്കെ പ്രശ്നം. ഒന്നിന്റെ എനിക്ക് ഈ ഗ്യാസിന്റെ കുഴപ്പമുള്ളതുകൊണ്ട് സമയത്തിന് പോയില്ല. പിന്നെ ഒരു 10 ദിവസത്തേക്ക് പോകത്തില്ല. ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പൊ ഇറങ്ങി ബാങ്കിൽ. മാറത്തരാവേ. അതിയാനേ രാവിലെ എന്തെങ്കിലും കൊടുത്തില്ലേ പിന്നെ അന്നത്തെ കാര്യം അവതാളത്തില. 3 ബുൾസായി കൊടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കില്ലേ. എത്ര കണ്ടിരിക്കുന്നു. ആ കാർത്തിയനമ്മ ഇവിടെ നിൽക്കുകയാണോ? മോൾക്ക് കഴിക്കാനൊന്നും എടുത്തു വെച്ചില്ലേ? എങ്ങനെ എടുക്കാനാ? അടുക്കളയിലോട്ടൊന്നും എന്ന് നോക്ക്. ഉള്ള മുട്ട മുഴുവനും പൊട്ടിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുന്നു. എന്തെങ്കിലും എടുക്കാൻ സമ്മതിക്കണ്ടേ? നീ ഒറ്റ ഒരുത്തിയാ, അല്ലെങ്കിൽ എവിടെങ്കിലും പോയി മുറിയെടുത്ത് തൊലഞ്ഞാനെ. അതൊക്കെ പറ, അവര് കേക്കണ്ട. ഒന്ന് മാറിക്കേ. അയ്യോ, ഇരിയാണ്ട് ഇതുവരെ ഇറങ്ങിയില്ലേ? ഒന്ന് പിടിച്ചേ. സമയത്തിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ ഗ്യാസ് കൂടുമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇരിയാന്റെ ഓരോരോ കാര്യങ്ങൾ നോക്കിയാ ഞാൻ ഈ കോലമായത്. വെച്ചോ, ഞാൻ എങ്ങനെ ഇരുന്നതാണെന്നറിയാവോ? ഞാൻ എന്റെ മനപ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാ, ഒന്നും വിചാരിക്കില്ലേ. മനപ്രയാസം കൊണ്ടാണ് കണ്ടറിഞ്ഞൂടെ? ഓ, എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിലുണ്ടല്ലോ. ഞാൻ കൊണ്ട് കൊടുത്തേച്ചു വരാവേ. നിർത്ത്. സാറേ, ഈ വീടാണോ? അല്ല, ഈ വീട് പെണ്ണാ. പിടിക്കണോ? ഓടാടുന്ന്. ഇതുപോലെ 4 ഇരട്ടി അടിച്ചാലും മാത്തച്ഛൻ 4 കാലേ വീട്ടിലെത്തും. സാറേ, കാശ് ഓടാ. ചതിയൻ ചന്തുവിന്റെ മാളിക. അവൻ ഞാൻ ആരാന്ന് വിചാരിച്ചേ? നീയാ? വീട് മാറിപ്പോയോ? നീ എവിടുവാ? പെണ്ണുമ്പഴാടാ വീട്ടിൽ പോയി കിടക്കാൻ നിനക്കൊക്കെ നാണമില്ലയോടാ? പന്നി. എടി അല്ലമ്മ, വേണ്ട. എടി അല്ലമ്മ, എന്നാ തൊഴിലാണെന്ന് ദേശോയെ. ഇരിയാൻ വീശിട്ടുണ്ടോ? ഉണ്ട്. നാട്ടുകാരെ കൊണ്ട് 2-4 പറയിപ്പിക്കാതെ പടികേറി വാമനുഷ്യ. പടി കയറത്തില്ല. ആവതില്ലേ? എടി താറാവുകാരനാകേട മോളെ, എനിക്ക് ആവതില്ലെന്നോ? നിന്റെ 2-3 വർഷമായ സ്ഥിരം പല്ലവിയാണ് എനിക്ക് ആവതില്ലെന്ന്. ആവൂന്ന് ഞാൻ കാണിച്ചു തരാവടി. എനിക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ആ തെങ്ങേ കയറി മടല് വഴി മാത്തച്ഛൻ നിന്റെ മടിയെ വീഴും. ഓണമാണോ? നിന്റെ അപ്പനാഹായിക്കാടി ഓണം. എന്നതാ പറഞ്ഞേ? കേറിയേ പറ്റത്തുള്ളൂ. മടലെവിടെ? ഇയാളാണോ? ഞാൻ വിചാരിച്ചു തേങ്ങ വീണാണെന്ന്. തേങ്ങ വീണ ഏമക്കം കേൾക്കൂടോ? ഇതുപോലെ ആണെങ്കിൽ തേങ്ങ തെങ്ങും വീഴും. എന്താ എന്റെ പൊന്ന് സാറേ, ആശുപത്രി കൊണ്ടുപോയോ? എന്റെ കാലൊടിഞ്ഞ് പ്രശ്നമുണ്ട്. നാളെ ഇയാൾ പറയും നമ്മൾ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചെന്ന്. അധികം മനസ്സിൽ പോലും ചിന്തിക്കാത്തത് പറയാതെ.
ആ ഏതായാലും ആശുപത്രി കെട്ടിയെടുക്കല്ലേ, ഇയാളെ വാ കൂടെ തുന്നി കെട്ടണം. തന്റെ അപ്പന്റെ വായാ തുന്നിക്കെട്ടി. ഇതിന്റെ വാ തുന്നി കെട്ടണം. ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉള്ളതാ. ഓരോന്നൊക്കെ സമയമില്ലാത്ത സമയത്ത് വന്ന് കയറിക്കളും. നീ ഒറ്റ ഒട്ടി ഇതിനൊക്കെ കാരണക്കാരി. ഞാൻ എന്ത് എന്നെ ചെയ്തു? കൊണ്ടൊന്നും അവര് വരുന്നു. ഇനി അവർക്ക് എന്ത് പറയും? അയ്യോ ഞാനെന്ത് പറയാൻ? ഞാൻ എന്ത് പറയും? ഇതെന്നാ ഫ്ലാസ്കും ചോറ്റുപാത്രോട്ട് എങ്ങോട്ടാ? ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാ. ഏതായാലും നിങ്ങൾ എത്തിയ നന്നായി. അതന്നെ റോയ്ച്ചന്റെ ബ്രദറും വൈഫും വന്നിരുന്നു. എന്റെ ബ്രദറും വൈഫും? ആ അതാരാ? മണ്ണാർക്കാട്ടുള്ള മാത്തച്ഛനാ പറഞ്ഞത്. ആ. കർത്താവേ, അവരിവിടെ വന്നിരുന്നോ? അപ്പൊ നിങ്ങളുടെ ആരുമല്ലേ? ഏയ്, അപ്പച്ചന്റെ ഏതോ അകന്ന ബന്ധത്തിലുള്ളതാ. വല്ല 10ഓ 15ഓ കൊടുത്ത് വിട്ടാ മതിയായിരുന്നു. എന്നതാ 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 നശിപ്പിച്ചോല്ല, അല്ലെങ്കിൽ അത് ചേട്ടത്തിക്ക് ഒരു സൂക്ഷമില്ല. അതിന് ഇപ്പൊ തിരക്ക് എന്നെ പറയുള്ളത്. 4 പ്ലേറ്റില്ലേ ഉടഞ്ഞുള്ളൂ. ആഹാ, എന്നാ ഇതെല്ലാം കൂടെ എടുത്തിട്ട് പൊട്ടിക്കായിരുന്നില്ലേ? അവനവൻ കാശ് മുടക്കിയില്ല എന്റെ ദണ്ണം അറിയത്തുള്ളൂ. അതിനാരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും ഞാൻ ഉടച്ചിട്ടില്ല. എന്റെ റോയ് കുഞ്ഞ് ആശുപത്രി മേടിച്ചതാ. ദേ, ഇന്നലെ വന്നവർ എന്നെ ഭരിക്കാൻ വരണ്ട. അല്ലേ, കല്യാണം കഴിഞ്ഞ് വന്നപ്പോ പൂച്ച പോലെ ഇരുന്നതാ. ഈ പെണ്ണ കണ്ടിട്ട് വാല് മക്കളെന്ന് എനിക്കറിയാൻ മേല. ദേ തള്ളേ, ഇത്രയും പ്രായമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമേ? ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, എനിക്ക് ആരുടെ ആട്ടുതൂപ്പൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിന്നെ കണ്ടിട്ടൊന്നുമല്ല ഞാനിവിടെ നിൽക്കണത്. ആരെങ്കിലും നിർബന്ധിച്ച് ഇവിടെ നിൽക്കാൻ അങ്ങോട്ട് ഇറങ്ങിയാട്ടെ. അമ്പടി കേങ്ങി അവളൊരു മുഴുപ്പ്. അയ്യോ, ഇങ്ങനൊരു സ്വരൂപം. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾക്ക് കുറെ തൊലി വെളുത്താ അതെന്നെ സ്വർഗോന്ന് പറഞ്ഞ് നടക്കണ കുറെ പെങ്കോന്നന്മാര്. ഇതൊക്കെ എത്ര നാളത്തേക്കുണ്ട് നമുക്ക് നോക്കാലോ. അവളുടെ ഒരു ഭാവം. അയ്യോ, കാശൊന്നുമില്ലേ? ആ, ദേ, എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. ഒരു 20 രൂപ കൊണ്ട് തന്നെ എന്റെ അക്കൗണ്ടിൽ എഴുതിക്കോ. ഇതാ സ്റ്റാൻഡിൽ ഇരിക്കൊണ്ട് എടുത്തോണ്ട് പോയിക്കോ. ചേട്ടത്തി, ചേട്ടത്തി, ഇവിടെ ആരുമില്ലേ? പാലാക്ക് പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഇത് എന്നാ പോക്കാ? ഹലോ, ഐ ആം റെനി. യുവർ ഗുഡ് നൈറ്റ് പ്ലീസ്. ആരും മനസ്സിലായില്ല. ഞാൻ നമ്മുടെ റോയ്ച്ചാന്റെ ബ്രദറാ. ചേട്ടത്തി ഇവിടെ ഉണ്ടോ? കൊണ്ട് ഞാനിപ്പോ വിളിക്കാം. ഷൈനി ചേച്ചി. ആഹാ, നീ വന്നോ? ശ്രീദേവി, ഇത് റെനി, റോയ്ച്ചന്റെ ബ്രദറാ. ഇവിടെ ഇവാനിയസിൽ പഠിക്കുക. അന്ന് വന്നത് ഇയാളല്ലേ? ഏതിനാ പഠിക്കുന്നത്? BA ഫസ്റ്റ് ഇയർ. ഇത് സിസ്റ്റർ അല്ലേ? അതെ. എന്താ എന്താ പേര്? ശ്രീലക്ഷ്മി. വെരി നൈസ്. വിമൻസിലല്ലേ ഇപ്പൊ പഠിക്കുന്നത്? റെനിക്ക് എങ്ങനെ അറിയാം? അല്ല പിന്നെ ഞാൻ 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 കണ്ടിട്ടുണ്ട്. എന്റെ റൂട്ട് അത് വഴിയേ. അല്ല പിന്നെ ഇവിടുത്തെ യാതൊന്നും ഒന്നും നിരത്തണ്ട. വാ പോ, വരട്ടെ. ആ വാ. നീ ഇവിടെ നിന്ന് പഠിക്കുന്നേ കൊള്ളാം. രാവിലെ കോളേജിൽ പോയാ വൈകിട്ട് 5 മണിക്ക് തിരിച്ചെത്തിക്കണം. അല്ലാതെ ഫ്രണ്ട്സുമായിട്ട് കമ്പനി അടിച്ച് കറങ്ങി നടന്ന് പാതിരാത്രിക്ക് കയറി വരാനുള്ള പരിപാടിയാണെങ്കിൽ എന്റെ സ്വഭാവം മാറും. ചേട്ടത്തി, ഇതാ ഞാൻ പറഞ്ഞത് ശരിയാവത്തില്ലെന്ന്. ഇച്ചാ ഞാൻ പറയുന്ന കേട്ടില്ലേ? ചേട്ടത്തി ഒരൊറ്റാൾ നിർബന്ധിച്ചിട്ടാ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പെട്ടിയും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. റോയിച്ചൻ എന്നതാ അവനോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ അങ്ങനൊന്നും നടക്കത്തില്ല. നിനക്ക് ഇവനെ പറ്റി എന്നെ അറിയാം. ഇവൻ ആരാ പുള്ളിയെന്നറിയാവോ? വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്കെന്ന് പറഞ്ഞ് ഗോവയ്ക്ക് പോയാനാ ഇവൻ. കോളേജിൽ നിന്ന് ഇവന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോഴാ അപ്പച്ചനും അമ്മച്ചി വിവരം അറിയുന്നത്. എന്നിട്ടോ ബാക്കിയൊന്നും പറയാൻ കൊള്ളത്തില്ല. ഞാൻ കൊച്ചു കുഞ്ഞാന്നോ എമർജൻസി ഡിക്ലെയർ ചെയ്തോലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാൻ? കോളേജിലാകുമ്പോഴേ ഇങ്ങനെ കിടക്കാൻ പറ്റൂ. ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടക്കാത്തില്ലല്ലോ. കോളേജിലായിരുന്നപ്പോ അച്ചായന്റെ ഒത്തിരി വലിച്ചല്ലേ? ഇല്ലിക്കൽ ഇട്ടിച്ചന്റെ മോളുമായിട്ട് അടിജിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റിക്കളെ. നീ എന്താ നോക്കിക്കുന്നു? നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ? നീ ഹോസ്റ്റലിൽ നിന്ന് കെട്ടും കെട്ടി വന്ന എന്റെ കുടുംബം കുളം തൊണ്ടാണ് നട എലഞ്ഞിക്കൽ ഇട്ടിച്ചെന്റെ തേങ്ങ കൊല അടിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവളോട് കുറച്ച് നീങ്ങിയിരിക്കാൻ. അപ്പൊ അവളൊരു വലിയ പെൻസിൽ എടുത്ത് കാണിച്ചു മമ്മി. വലിയ മമ്മി ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു പെൻസിൽ. ആണോ? ചോദിച്ചപ്പോ ഫോറിനാന്ന് പറഞ്ഞു. ഹായ് റോയ് അങ്കിൾ. എന്താ നടന്നു? വണ്ടി വന്നില്ലേ? വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കാം. എന്നാ കയറിയാട്ടെ. വാ മോളെ. ആ മമ്മി ഇവിടെ ഇരിക്കാം.
മോള് നീങ്ങിരി. ഇത് മോൾ തമ്മച്ചിയാണ്. അന്ന് മോളത്തെ സാറും താഴെ തമ്മച്ചി കൂടെ പോകുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. The resemblance of the atom, difference of എന്താ ഇവിടെ ചേച്ചിയും ചേട്ടനും ഇല്ല? അല്ല, അതറിഞ്ഞോണ്ടല്ലേ വന്നത്. ക്രിസ്മസ് വെക്കേഷന് നാട്ടിൽ പോകുന്നുണ്ടോ? തീരുമാനിച്ചില്ല. എന്താ? തീരുമാനിക്കണം, പോണ്ടാന്ന്. ക്രിസ്മസ് ഇവന് ഞങ്ങളുടെ പള്ളിയിലെ ഇലുമിനേഷനും ക്രിസ്മസ് ട്രീസും ഒക്കെ ഒന്ന് കാണണ്ട. നമുക്ക് ഒരുമിച്ച് പള്ളി പോയനാ. അയ്യോ, ഞാൻ വരില്ല. ശ്രീലക്ഷ്മിയുടെ ചേട്ടനും ചേച്ചിയൊക്കെ വരുന്നുണ്ടെന്ന് ചേട്ടത്തി പറഞ്ഞിരുന്നല്ലോ. മോളെ എന്താ എന്താ ഇവിടെ? കോളേജിലെ ഒരു നോട്ടിന്റെ ഡൗട്ട്. അവരാരും ഇല്ലാത്തപ്പോഴാണ് നോട്ടിന്റെ ചില്ലറയുടെയും കാര്യം അല്ല, പറഞ്ഞു. അതിനൊരു കമ്പൈൻ സ്റ്റഡി അല്ലേ? ഒരു കമ്പൈൻ പണി വേണ്ട, മോളെ ഒത്തു പോ. അവരാരില്ല ഉള്ളപ്പമ്പ. റൊമാൻസിനെ കുറിച്ച് ഈ തള്ളക്ക് എന്നാ വിവരം ഉള്ളേ? ആരെങ്കിലും ഉള്ളപ്പ വരാനേ. എടാ മോനെ, ഇതാരാ? കത്രീന സിംഗ് പിണങ്ങിപ്പോയെന്ന് പറഞ്ഞേച്ച്. ഞാൻ ആരോട് പിണങ്ങണ എന്റെ കുഞ്ഞെ? റോയിച്ചായോ ഇതാരാ വന്നിരിക്കാൻ നോക്കിയേ? എന്നാടാ ഈ പടി കയറത്തില്ലെന്ന് പറഞ്ഞ് പോയേച്ച് പിന്നെ എന്താ ഞാൻ തിരിച്ചു പോകുന്നത്? സ്നേഹമുള്ളവരോടല്ലേ പിണങ്ങാൻ പറ്റൂ. നിങ്ങൾ എന്നെ വെറുത്താലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റൂ. അതെ, അവിടെ ആകുമ്പോ സമയമുള്ള ഭക്ഷണവും റോയിച്ചാനെ പറ്റിച്ചുള്ള ചേട്ടത്തേക്ക് പോന്നോ? അയ്യോ, ഇതെന്നെ പറ്റി? അടുക്കളയിൽ കയറിയുള്ള കരിയും പുകയൊക്കെ കൊണ്ട് മുഖാകെ കരിവാളിച്ചു പോയി. ഇനി കൊണ്ട ഞാൻ ചെയ്തു. ഞാൻ വരട്ടെ. റോയിമോനെ, കുറച്ച് നേരത്തെ പറഞ്ഞിട്ടോ. മനസ്സിലായില്ലേ? മറ്റേ സ്മോളിന്റെ കാര്യം. നേരത്തെ വരാം. മോളെ, നമുക്ക് അടുക്കളയിലേക്ക് ചെല്ലാം. നാളെ ക്രിസ്മസ് അല്ലേ? അപ്പോ ഞാനൊരാണല്ല എന്നാണ് നീ പറഞ്ഞു വരുന്നത് അല്ലേ? എങ്കിൽ ഇന്ന് നീ കിടക്ക്, എന്നെ തൊടണ്ട. ഓഹോ, ഓക്കെ, വാശിയെങ്കിൽ വാശി. ഉസ്താദ് വന്നോ? താനിത് എവിടെ ആയിരുന്നു? ഞാൻ ഒരു ഓട്ടല്ലായിരുന്നോ കൃഷ്ണ? ഈ ട്യൂഷൻ നിർത്തിയപ്പോ താൻ തുടങ്ങിയോ? അതല്ലടോ, പിന്നെ ഒരു വിസ സംഘടിപ്പിക്കാനുള്ള ഓട്ടം ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചെടുത്തു. അതിനവിടുത്തെ പ്രശ്നമൊന്നും തീർന്നില്ലല്ലോ. ആഹാ, ഇതാരും ഉസ്താദോ? ആ റോയ് സാറല്ലേ? ഇല്ല, ഓഫീസിൽ പോയിരിക്കുക. ഞാൻ ഖത്തറിലേക്ക് പോവുക. അപ്പൊ വഴിക്കൊന്ന് കണ്ട് യാത്ര പറഞ്ഞ് പോകാൻ നേരത്തെ കയറിയതാ. അപ്പൊ ഗൾഫിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്? എങ്ങനെ പോകാതിരിക്കും? ആദ്യത്തെ പോക്ക് ഒരു പോക്കായി പോയില്ലേ. ഇനി ഈ പോക്ക് വേണം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. വണ്ടിപ്പണി തന്നെ ആണോ? ഏയ്, അതല്ല, നമുക്ക് നല്ല ജോലി വേറെ കിട്ടി. പിന്നെ വഴിമഹാൽ. വഴിമഹാളോ എന്ന് വെച്ചാ? അതായത് ഈ റെഡിമെയ്ഡ് സാധനങ്ങളെല്ലാം വഴിയിലിട്ട് വിൽക്കുമല്ലോ, അതാണ് വഴിമഹാൽ. നമ്മളെ കൊച്ചാപ്പന്റെ മകന്റെ ഭാര്യയുടെ അഞ്ചത്തിയുടെ ഭർത്താവിന്റെ അലയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാൾക്ക് അവിടെ വഴിമഹാളാ. ആ കെയറോഫിലാണ് എനിക്ക് ഈ വിസിറ്റ്. കാപ്പ് കുടിച്ചിട്ട് പോവാം. വേണ്ട, ഹോർലിക്സ് കുടിച്ചാ വരുന്നതേ. മാത്രല്ല ആളും വെയിറ്റ് ചെയ്യോടെ. ആ പിന്നെ ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് അവിടെ ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ അവിടെ ചെന്ന് വല്ല കുഴപ്പവും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഈ ഇറാഖിപ്പെട്ട ആൾക്കാർ വരികയാണെങ്കിൽ ഞാൻ ഉടനെ തിരിച്ചു പോരും. വന്നാൽ ഇപ്പോൾ ഈ വാക്കൻസി ഉണ്ടല്ലോ. ശരി മറ്റേ ഓക്കെ, സീ യു, കം അഗൈൻ. എക്സ്ക്യൂസ് മീ, ഞാനിവിടെ വെയിറ്റ് ചെയ്തത് തന്നെ കാണാനാ. എന്താ? എനിക്ക് തന്നോടെ ചില കാര്യങ്ങൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സീരിയസ് മാറ്റർ ആവുമ്പോഴേ വീട്ടിൽ വെച്ചൊന്നും പറയാൻ ഒക്കത്തില്ല. ആ തള്ള വലിയ പ്രോബ്ലമാണ്. വന്നേ, നമ്മുടെ മാരേജിന് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടാവുന്നത് മതത്തിന്റെ പേരിലായിരിക്കും. ഇപ്പോൾ എവിടെയും അതാണല്ലോ പ്രശ്നം. ഇന്റർകാസ്റ്റ് മാരേജ് ഉണ്ട്, ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവുമെങ്കിലും അതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. യുനോ, റോയ്ച്ചാനും ചേട്ടത്തെയൊക്കെ തന്നെ അവള് ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട്
താൻ വളരെ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്താ ഈ പറയുന്നത്? മാരേജോ? അതൊക്കെ സ്വയം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? നിക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്റെ മനസ്സിൽ ചില മാസ്റ്റർ പ്ലാൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ വെച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് താൻ നാളെ 3:30 ഹോട്ട്സ്പോട്ടിൽ വരണം. അയ്യോ, ഞാൻ വരില്ല. എന്നാ അങ്ങനെ പറഞ്ഞ് പഠിച്ചേക്കല്ലേ. ഐ വിൽ വെയിറ്റ് ദേർ. യു മസ്റ്റ് കം. ഞാൻ അന്നേ പറഞ്ഞതാ അവനെ ഇവിടെ നിർത്തണ്ടെന്ന്. ഇതുപോലുള്ള ചുറ്റിക്കളിയൊക്കെ അവന്റെ കയ്യിലുള്ളത്. ആ പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇവിടെ ആദ്യം വന്നപ്പോഴേ അവളെ കണ്ടു കാണും. അല്ലെങ്കിൽ ഞാനുള്ളപ്പോ ഹോസ്റ്റലിൽ നിന്ന് കെട്ടി അവൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് അതൊന്നും അല്ലാന്നേ. വെറുതെ നന്നായിട്ടിരിക്കുന്ന ആൾക്കാർ തമ്മിൽ മുഷിയേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഇങ്ങനെയായ മുഷിയേണ്ടി വരും. അവനെ ഇവിടെ നിർത്തിയാൽ ശ്രീദേവിയായിട്ട് മാത്രമല്ല ഈ കോളനിയിലുള്ള എല്ലാവരുമായിട്ടും മുഷിയേണ്ടി വരും. ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചതല്ല. അവനെ ഹോസ്റ്റലിലേക്ക് അയക്കുന്നതാ നല്ലത്. അവളെ എത്രയും വേഗം ഹോസ്റ്റലിലേക്ക് മാറ്റണം. ഇനി ഇവിടെ നിർത്തണ്ട. ശ്രീലക്ഷ്മി റെനിയോട് മിണ്ടാനൊന്നും പോവാറില്ല. ഓരോന്ന് പറഞ്ഞ് അവൻ അവിടെ പുറകെ നടക്കുന്നത്. ശരിയായിരിക്കാം. പെമ്പിള്ളാരുടെ മനസ്സല്ലേ, മാറിക്കൂടാന്നില്ലല്ലോ. അവളെ ഇവിടെ കൊണ്ടുവരുത്തി ഇങ്ങനെയുള്ള അഫക്ഷനൊക്കെ ഉണ്ടായാൽ പിന്നെ നമ്മളാ സമാധാനം പറയേണ്ടത്. പെട്ടെന്ന് എന്തിനാ ഹോസ്റ്റലിലേക്ക് മാറ്റിയതെന്ന് ചോദിച്ചാ വീട്ടിൽ എന്ത് പറയും? അത് അവളോട് പറഞ്ഞാൽ മതി. പഠിക്കാനേ സൗകര്യം ഹോസ്റ്റലാണെന്ന് പറയാം. നീ കിടക്കാൻ നോക്ക്. ഷൈനി, ആ നീ ഇതെങ്ങോട്ടാ? ഞാനൊന്ന് വീട് വരെ പോവാ. അതിന് എത്ര പെട്ടെന്ന്? കുറച്ച് ദിവസമായാലും വീട്ടിൽ പോയിട്ട് അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. ശ്രീലക്ഷ്മി ഞാൻ കൊണ്ടുപോവാ. ആ പിന്നെ എന്നാ, രാജേട്ടൻ ഭക്ഷണക്കാര്യത്തിൽ അല്പം നിർബന്ധമുള്ള ആളാണെന്ന് അറിയാമല്ലോ. കാർത്തിയനമ്മ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുവോ? നീ ഒന്ന് ശ്രദ്ധിച്ചോണേ. റെനി കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? ഓ, അതൊന്നും സാരമില്ലെന്നേ. നീ എപ്പോഴാ മടങ്ങുന്നേ? 2 ദിവസത്തിനുള്ളിൽ എത്തും. കാർത്തിയനമ്മേ, കാർത്തിയനമ്മ എന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നാവോ? ഷൈനി 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 എന്താ പനെ? ഷൈനി എവിടെ? മോളി പോയിരിക്കുക. ആ, ശ്രീദേവി വന്നോ? ഇല്ല, രാജു സാറുണ്ടല്ലോ. ആ ശരി. അവളെ ഇനി വിളിക്ക്. ആ വിളിക്കാം. കണ്ടില്ല. കാപ്പി മുഴുവൻ സാരിയില്ലായി ഷൈനി. ഞാനത് അറിയാതെ. സാരില്ല. അല്ല, ചൂട് കാപ്പിയായിരുന്നു. സോറി. ഷർട്ടിലൊക്കെ സാരല്ല. ഷർട്ട് മാറ്റിക്കോളൂ. കുഴപ്പമില്ല. ഞാൻ കണ്ടില്ല. ഒരു കാപ്പി എടുക്ക്. അവളെന്തി? എങ്ങനെ വരാനാ? എന്ത് പറ്റി? പറ്റാതെ സൂക്ഷിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും കണ്ട കണ്ണടച്ച് നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാ കാര്യം? ശ്രീദേവി അവിടെ ഇല്ല. രാജസാർ മാത്രമുള്ളപ്പോ ഷൈനി കുഞ്ഞ് അവിടെ പോകുന്നത് എന്നത്തിനാ? ഞങ്ങളും കെട്ടിയോനും കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ളവരാ. എന്നാ ഉണ്ടായെന്നാ? ഞാൻ മോളിൽ കയറി ചെല്ലുമ്പോ കാപ്പി കുടിപ്പിക്കലും മേല് മറിഞ്ഞു വീഴലും തുടച്ചു കൊടുക്കലും. എന്റെ കർത്താവെ, എനിക്കൊന്നും പറയാൻ മേല. നമ്മളെപ്പോലുള്ള കുടുംബക്കാർക്ക് ചേർന്ന പണിയാ ഇത്. കുറച്ച് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ. എന്റെ അപ്പം പണ്ട് പറയാറുണ്ട്, സ്വന്തം ആങ്ങളെയും പെങ്ങളാണെങ്കിലും ഒരു പരിധി വിട്ട് അടുക്കരുതെന്ന്. റോയ് കുഞ്ഞ് ആളൊരു ശുദ്ധനാ. മോൻ ഷൈനി കുഞ്ഞിനൊന്ന് നിയന്ത്രിക്കണം. കർത്താവിശ്വാസിയായാണ്. ഇല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല. എപ്പോ വന്നു? എന്നെന്താ വിളിക്കാഞ്ഞേ? റോഹിച്ചിനെ തന്നെ വല്ലാതിരിക്കുന്നേ? സുഖല്ലേ? നിന്റെ സാരിയിൽ എന്ത് പറ്റി? അയ്യോ, അതല്ലേ രസം. കാർത്തിയാനിയമ്മ അത്താഴത്തിന് എന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കാൻ ചെന്നപ്പോ രാജേട്ടനായിട്ടൊന്ന് ക്ലാഷ് ആയി. പുള്ളിക്കാരന്റെ കയ്യിലിരുന്ന് കാപ്പി തെറിച്ച് എന്റെ സാരിയിലൊക്കെ വീണു. ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതൽ ഒരു കപ്പ് കാപ്പിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഇതിനിവിടെ കത്രീന ചേർത്തില്ലായിരുന്നോ? എന്നാ പിന്നെ എല്ലാ കാര്യത്തിലും അവരെ വിളിച്ചാൽ മതിയല്ലോ. അയ്യോ കർത്താവേ, എന്നാ പറ്റി റോഹിച്ചിന്? അവിടെ വെച്ചേക്ക്. അത് വേണ്ട, കുടിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചാ മതി.
എന്റെ റോയിച്ചനല്ലേ, എഴുന്നേക്ക്. ഇതാ. അതെ റോയിച്ച, ആ കാർത്തിയാണിയും എന്തോ പച്ചക്കറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് രാജേട്ടനെ ചോറിനെ എങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട, അവിടെ കാർത്തിയാനിയമ്മയില്ലേ, അവരുണ്ടാക്കി കൊടുത്തോളൂ. എന്നാ വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട. എന്നാ പറ്റി റോയിച്ചിന്? എന്നതാന്ന് വെച്ചാ പറയുന്നേ. എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം. അങ്ങനെ ഇപ്പൊ നേരത്തെ കിടന്ന് ഉറങ്ങണ്ട. ചുമ്മാരി. പച്ചക്കറി 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 വേണ്ടേ? പച്ചക്കറി വേണ്ടേ? വേണ്ടടൂ. അതിനെ വേണ്ടാത്ത തന്നോട് മേടിച്ചാലേ 2 സെന്റ് സ്ഥലം എഴുതി കൊടുക്കണം. എന്നാ 2 സെന്റ് സ്ഥലം ചെയ്താ? പാലക്കാട് വന്നപ്പോ ഞങ്ങൾ കുറെ കൊണ്ടുവന്നു. അതങ്ങ് പാലക്കാട്. ഈയിടെയായിട്ട് മോളത്തെ പാർട്ടി പച്ചക്കറികളൊന്നും വാങ്ങുന്നില്ലല്ലോ. താഴത്തെ പാർട്ടി മോളത്തെ പാർട്ടിക്ക് നോൺ വെജിറ്റേറിയൻ മതി. ഒരുമാതിരി ആക്കണ വർത്താനം പറയുന്നത് കേട്ടോ. എടോ, ഞാൻ ഈ വണ്ടി തള്ളിക്കൊണ്ട് നടക്കുന്നുവെങ്കിലും ഈ കോളനിൽ എന്ത് നടക്കുന്നു എന്നുള്ള വിവരം ഞാനറിയും. എടോ, ഇവിടുത്തെ സാറുമാർ തമ്മിൽ എങ്ങനെയാ? അവര് ഭയങ്കര ക്ലോസ് അല്ലേ? ഒരുമിച്ച് ശാപ്പാട്, ഒരുമിച്ച് വെള്ളവടി. അതല്ലടോ വേണ്ട. പിന്നെ എടോ, അവർ തമ്മിൽ കൊടുക്കൽ വാങ്ങൽ വലുതുണ്ടോ? കൊടുക്കാറുണ്ട്, വാങ്ങിക്കാറുണ്ട്. എന്താ കുഴപ്പം? അതല്ലടോ. പിന്നെ തന്നോടൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയും. പറ. പൂക്കൃതം പറഞ്ഞോണ്ടല്ലോ. താൻ മറക്കാനൊന്നും നോക്കണ്ട, ഞാൻ കണ്ടിട്ടുള്ളതാ. താഴത്തെ സാറ് മോളത്തെ അമ്മച്ചയും മോളത്തെ സാറ് താഴത്തെ അമ്മച്ചയും കാറെ കൊണ്ടുവന്നു. അതെന്താ ഇപ്പൊ ഇത്ര കുഴപ്പം? ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് വലിയ വീട്ടിലാകുമ്പോ യാതൊരു കുഴപ്പമില്ല. നമ്മളൊക്കെ സാഹിബ്മാരെ കൂട്ടല്ലേ ജീവിക്കുന്നത്. താനും വാങ്ങിച്ചോണ്ടേ പോകത്തുള്ളൂ കേട്ടോ. ഞാൻ പറയുന്നതല്ല, ഈ കോളനിൽ എല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ താൻ വിശ്വസിക്കണ്ട. തനിക്ക് ബോധ്യം വരുമ്പോ താൻ വിശ്വസിച്ചാൽ മതി. അല്ല പിന്നെ ഇടിഞ്ഞോട്ട് പോവാ. പച്ചക്കറി, പടവലങ്ങ, പാവയ്ക്ക, ചേന, മുന്തിരിങ്ങ. മണി 11 എന്താ താമസിച്ചത്? താമസിച്ചു. കുട്ടി എന്താ ഇവിടെ കിടത്തിയിരിക്കുന്നത്? മീനുകുട്ടിക്ക് എന്റെ കൂടെ കിടക്കണമെന്ന് ഒരേ നിർബന്ധം. മുകളിൽ ശ്രീദേവി തനിച്ചാണെന്ന് പറഞ്ഞിട്ട് മോള് പോയില്ല. മനുഷ്യൻ ടയർഡായിട്ട് വരുമ്പം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. അതിനെന്നാ, കൊച്ചുകൂടെ കിടന്നോളൂ. വേണ്ട, അതൊരു ശീലമാക്കണ്ട. എടുത്ത് മോളിൽ കൊണ്ടുപോയി കിടത്ത്. ഇന്നിവിടെ കിടക്കട്ടെ, ശ്രീദേവി ഉറക്കായി കാണും. നിനക്ക് കൊണ്ടുപോയി കിടത്താൻ പറ്റില്ലെങ്കിൽ അത് പറ, ഞാൻ കൊണ്ടുപോയി കിടത്തിക്കോളാം. എന്നെ റോയിച്ചത് ശ്രീദേവി എന്ത് വിചാരിക്കും? ഞാൻ എന്നായിട്ടാ റോയിച്ചത് എന്നോട് ഈ ദേഷ്യം? ശ്രീദേവി, ഞാൻ വിചാരിച്ചു രാജേട്ടനാണെന്ന്. മോള് കരഞ്ഞോ? ചെറുതായിട്ട്. അയ്യോ, ഷൈനി നല്ല ഉറക്കമാ, അതാ ഞാൻ കൊണ്ടുവന്നു. കൃഷ്ണ, താൻ എവിടെ പോയി കിടക്കായിരുന്നു? താങ്കളിക്കരുത്. അതാ പറയരുത്. ഓ പറ്റേ. സാറേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ആ റോയ് സാറുമായിട്ടുള്ള കൂട്ട് നമുക്ക് വേണ്ട സാറേ. എന്താ തനിക്ക് ഇപ്പോഴെങ്ങനെ തോന്നാൻ? പറയാൻ വിഷമമുണ്ട്, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. താൻ കാര്യം എന്തെന്ന് പറ. സാർ ഇന്നലെ താമസിച്ചാണല്ലോ വന്നത്. സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അതുമാത്രമല്ല, ആളുകൾ ഓരോന്ന് പൂച്ചം പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് സാറൊന്ന്
അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? കാര്യം എന്നാന്ന് പറയാതെ പോകണ്ട. എന്നാ നിനക്ക് സ്വയം അറിയാവുന്നല്ലേ? റോഹിച്ച എന്തൊക്കെയാ പറയുന്നേ? റോഹിച്ചിന് എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുക. റോഹിച്ച 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 ഷൈനി, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. നീ കരഞ്ഞിട്ടുണ്ടല്ലോ. എന്താ റോയിച്ചിനുമ എന്തെങ്കിലും? എന്നാന്നറിയില്ല. 2 ദിവസമായിട്ട് റോയിച്ചിന് വല്ലാത്ത മാറ്റം. കാര്യം എന്നാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. ഹേയ്, അതൊക്കെ നിന്നെ പറ്റിക്കാനായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടാകുന്ന നല്ലതാ. അതൊന്നും അല്ല. റോയിച്ചിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. പിന്നെ ഉണ്ട്. റോയിച്ചിന്റെ മനസ്സ് നിറയെ നീയല്ലേ, പിന്നെ നിന്നോട് പണങ്ങാൻ പോകുന്നത്? ഇത്ര സില്ലി മാറ്റസ് കഴിവതും ഒഴിവാക്ക. കരയല്ലേ, വാ വാ. രാജേട്ടൻ എന്താ എത്ര വൈകിയത്? ലേറ്റ് ആകുമ്പോൾ ഒരു ഫോണങ്ങും ചെയ്തോടായിരുന്നോ? രാജേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ വരുന്നതിന് മുമ്പ് കുടിക്കാതിരുന്ന ആളാ. ഇനി ഒരിക്കലും കുടിക്കരുന്ന് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നല്ലേ? ശരിയാ, ഞാൻ കുടിച്ചു. അത്ര വലിയ മഹാഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ വരാന്ന് പറഞ്ഞല്ലേ രാജേട്ടൻ പോയത്? ബീച്ചിൽ പോകാൻ വേണ്ടി മോൾ എത്ര നേരം കാത്തിരുന്നറിയോ? മോളവിടെ താഴെ ഉണ്ട്. ഏത് നേരം നോക്കിയാലും അവളെവിടാ? പോയി വിളിച്ചല്ലോ അവളെ. നീ പോണ്ട, കാർത്തേനമ്മ ഇട്ടാ മതി. കാർത്തേനമ്മേ, ഞാൻ ചെന്നില്ലെങ്കിൽ അവള് വരില്ല. നീ എന്തെങ്കിലും അവൾ വരത്തില്ലേ? വരുമെന്ന് ഞാൻ നോക്കട്ടെ. താഴെ ചെന്ന് മോളെ എടുത്തിട്ട് വാ. എന്തോ നോക്കിക്കുന്നത്? എനിക്ക് വേണ്ട. അറിയല്ലേ, നമുക്ക് നിന്റെ ആന്റി കിടത്തല്ലേ? ഇല്ലാത്തൊരു ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ എല്ലാരും. എന്റെ കുഞ്ഞ് എന്റെ വീട്ടിൽ കിടന്നാ മതി. ഷൈനി, റോയ്ച്ചൻ എവിടെ പോയി? എന്നാ? ഇന്നലെ രാത്രി കാർത്തികനിയമാവെന്ന് മോളെ എടുത്തതിന് റോയ്ച്ചൻ വല്ലതും പറഞ്ഞോ? ഇല്ല. എന്നാ? എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഷൈനി. ഇന്നലെ രാത്രി രാജേട്ടൻ കുടിച്ചോണ്ടാ വന്നത്. ആകെ ദേഷ്യായിരുന്നു. ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞ് കരഞ്ഞതിന് മോളെ തല്ലി. ആദ്യമായിട്ടാ മോളെ തല്ലണത്. ഇന്നലെ ഒന്നും കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇന്നലെ നിന്നോട് ഞാൻ പറയാഞ്ഞിട്ടാ എന്നോട് മുകളിലേക്ക് വരരുതെന്നാ റോയിച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതെന്താ? റോയിച്ചൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. രാജേട്ടനും ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു. എന്താ ഷൈന ഇങ്ങനെ? എനിക്കൊന്നും അറിയത്തില്ല.
എന്തായാലും ഞാനിന്ന് റോഹിത്തിനോട് ചോദിക്കാൻ പോവാ. നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട. ഞാനിതൊന്നും അറിയത്തില്ലെന്ന് നീ വിചാരിച്ചല്ലേ? ഇവിടെ എന്നാ നടക്കുന്നതെന്ന് എനിക്കറിയാം. ഒന്ന് പതുക്കെ പറ റോഹിച്ച, ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ, ഇനി അറിയാത്ത ആരാ ഇവിടെ ഉള്ളത്? ഇത്രയൊക്കെ പറയാൻ വെച്ചുവെക്കാൻ ഞാൻ എന്നാ തെറ്റ് ചെയ്തേ? എന്റെ ഭാര്യ 100% വിശ്വസ്തയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മറ്റൊരുത്തനെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ കൂടെ ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ചീപ്പായി സംസാരിക്കരുത്. റോഹിത്തിന്റെ മനസ്സിലിരിപ്പ് ഇതാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ മോളിൽ പോകുന്നതും രാജേട്ടനോട് സംസാരിക്കുന്നതും എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവെന്ന് നിലയ്ക്കാ, അല്ല റോഹിച്ചൻ പറഞ്ഞ തരത്തിലല്ല. നീ കൂടുതൽ ന്യായം ഒന്നും പറയണ്ട. ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. റോഹിത്തിന്റെ മനസ്സ് മുഴുവൻ കോംപ്ലക്സാ, അസൂയ. അതെ, ഈ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ്. സോഷ്യൽ സ്റ്റാറ്റസിന്റെ പേരും പറഞ്ഞ് ഭാര്യമാർ കാണിക്കുന്ന എന്തും കണ്ട് കണ്ണടച്ച് വിഡ്ഢിവേഷം കെട്ടി നടക്കുന്ന ഭർത്താക്കന്മാരുടെ വിശാല മനസ്ഥിതി ഒന്നും എനിക്കില്ല. റോഹിച്ചന് ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. എന്റെ മനസ്സ് മുഴുവൻ റോഹിച്ചന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് റോഹിച്ചൻ എന്നോട് മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. വേണ്ട റോഹിച്ച, ഇനി നമ്മളൊന്നും ശരിയാവില്ല. റോഹിച്ചൻ എന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല. നീ പോകും, എനിക്കറിയാം. നിനക്ക് കുറ്റബോധമുണ്ട്. നിനക്കെന്നെ ഫേസ് ചെയ്യാൻ പറ്റുകയില്ല. നിനക്കെന്നെ ഫേസ് ചെയ്യാൻ പറ്റുകയില്ല. രാജേട്ടൻ എന്താ എങ്ങനെ സംസാരിക്കുന്നേ? ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ബാങ്കിന്റെ ആവശ്യത്തിന് മണിപ്പാൽ വരെ പോവുകയാണ്. നീ മോള് വീട്ടിലേക്ക് പോയിരിക്കോ. അതെന്താ പെട്ടെന്നൊരു പ്രോഗ്രാം? പിന്നെ നിന്റെ സൗകര്യത്തിനാണോ ബാങ്കിന്റെ കോൺഫറൻസ് വെക്കുന്നത്? ഞാനെങ്ങും പോകുന്നില്ല. രാജേട്ടൻ പോയിട്ട് വന്നാ മതി. വേണ്ട, ഞാൻ ഇല്ലാതെ നീ ഇവിടെ നിൽക്കണ്ട. രാജേട്ടൻ ഇതിനു മുമ്പ് പോയിട്ടുള്ളപ്പോഴും ഞാനിവിടെ തനിച്ച് നിന്നിട്ടുണ്ടല്ലോ. അതന്നല്ലേ, പക്ഷെ ഇപ്പൊ വേണ്ട. നീ പോകാൻ റെഡിയാവും? ഇല്ല, ഞാൻ എവിടെയും പോയില്ല. രാജേട്ടൻ എന്തോ മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിയണം. കൂടുതലൊന്നും നീ അറിയണ്ട. മമ്മി മമ്മി എന്തിനാ കരയുന്നേ? അവന് പെണ്ണോടുത്ത് എന്നെ വേണമെന്നല്ല, പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നതാ കാര്യം? അല്പന്മാരുടെ സ്വഭാവമല്ലേ കാണിച്ചത്? ഒരു ഫ്രണ്ടിന്റെ ഭർത്താവിനോട് മിണ്ടിയെന്നും പറഞ്ഞല്ലേ അവന് സംശയം? അവനെ ഞാനങ്ങനെ വെറുതെ വിടുകയല്ല. ഇടിയാൻ കിടന്ന് ഒച്ച വെച്ചിട്ട് എന്നാ കാര്യം? കെട്ടിയവനും കെട്ടിയോളും ആവുമ്പോ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും. അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീരുകയും ചെയ്യും. അങ്ങനെ ഒരു തോന്നൽ അവനുണ്ടായിരുന്നെങ്കിൽ ഈ രാത്രിയിൽ ഇവിടെക്കാൻ വരുമായിരുന്നോ? കാഞ്ഞിരങ്ങാട്ട കറിയാച്ചന്റെ മഹത്വമൊന്നും കണ്ടിട്ടല്ല ഞാൻ അവൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്ത്. അവന്റെ ജോലി കണ്ടിട്ടാ. നിങ്ങൾ എന്നത്തിന് ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? റോയെ ചെന്ന് കണ്ട് പിള്ളേരുടെ വഴക്ക് തീർക്കാൻ നോക്ക്. ഒരു കള്ളം പറഞ്ഞ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടേണ്ട ആവശ്യം രാജ്മോഹനുണ്ടോ? രാജേട്ടൻ ആകെ മാറിയിരിക്കുക. ഒരു ദിവസം നന്നായിട്ട് കുടിച്ചോണ്ടാ വന്നത്. അവൻ കുടിച്ചോണ്ട് വരാൻ അവിടെ എന്താ ഉണ്ടായത്? എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാജേട്ടൻ ഈയിടെയായിട്ട് എന്തൊക്കെയോ സംശയങ്ങളാ. ചേച്ചിയോടോ? അതേതായാലും ഉണ്ടാവില്ല. ഒരു കാര്യമില്ലാതെ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കൂ? നീ എന്തെങ്കിലും വിട്ടിത്തം കാണിച്ചിരിക്കും. ഞാൻ താഴെ പോകുന്നതും റോയിച്ചിനോട് സംസാരിക്കുന്നൊന്നും രാജേട്ടന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു എന്ന് രാജ്മോഹൻ നിന്നോട് പറഞ്ഞു? രാജേട്ടന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും അങ്ങനെ തോന്നുന്നു. നിനക്ക് നിസ്സാര കാര്യം മതിയല്ലോ കരയാൻ. ഒരാഴ്ച കഴിഞ്ഞ് അവൻ വരുമ്പോ നിന്നെ ഒന്ന് കൊണ്ടുപോയിക്കോളും. രാജേട്ടനെ എനിക്കറിയില്ലേ. രാജേട്ടൻ എങ്ങും പോയിട്ടുണ്ടാവില്ല. ഷൈനി റോയിച്ചിനോട് പിണങ്ങി വീട്ടിൽ പോയിരിക്കാം. ആഹാ, അപ്പോൾ നിങ്ങൾ കൂട്ടുകാരികൾ രണ്ടുപേരും കൂടി എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്തൊക്കെയാ രാജായി കേൾക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി ഭാര്യയും കുട്ടിയും ഒക്കെ വീട്ടിലേക്ക് പറഞ്ഞയക്കാന്ന് വെച്ചാൽ കുടുംബക്കാർക്ക് പറ്റിയ പണിയാണോ? മോനെ, കുടുംബവും ജീവിതവും ഒക്കെ ആകുമ്പം ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പരസ്പരം പറഞ്ഞു തീർക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടായെന്ന് നീ ഇതുവരെ ശ്രീദേവിയോട് ചോദിച്ചിട്ടില്ല. അതാ നീ ചെയ്ത തെറ്റ്. പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു ധാരണ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇനി ഇവിടെ താമസിക്കണം. വേറൊരു വീട് നോക്കി നിങ്ങൾ അങ്ങോട്ട് താമസം മാറ്റി. അതല്ലേ നല്ലത്? നീ മണിപ്പാലിൽ പോകുന്നത് കള്ളം പറഞ്ഞ് ഇവിടെ കുത്തിരിക്കുക. അവൾ അതും പറഞ്ഞാ കരച്ചില്. മോളും അച്ഛനെ കാത്തിരിക്കുക. രാജാ, ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ നിന്റെ വിലയ്ക്കും നിലയ്ക്കും തന്നെയല്ലേ മോശം. മോനെ, ഞാൻ ഇറങ്ങുന്നു. നീ എപ്പോഴാ അങ്ങോട്ട് വരുന്നത്? അനാവശ്യമായി മനസ്സിൽ വളരുന്ന സംശയം നാശത്തിലെ കലാശം. എനിക്കിപ്പോ ഇത്രയും നിന്നോട് പറയാനുള്ളൂ. വരട്ടെ. ഷൈനി, ഷൈനി, മോളെ ഷൈനി,
അവൾ എവിടെ പോയി? ഷൈനി അങ്ങോട്ട് വന്നില്ലേ? ഇല്ല. അങ്ങോട്ടാണല്ലോ പോന്നത്. അങ്ങോട്ടാണ് വന്നെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? എന്നിട്ട് അവൾ അവിടെ എത്തിയോന്ന് ഞാൻ ചോദിച്ചോ? നിനക്കൊക്കെ നാണം ഉണ്ടോടാ? അവളുടെ കൂട്ടുകാരുടെ കെട്ടുകൊണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് അവളെ സംശയിക്കാൻ? അപ്പത്തെ കാര്യങ്ങൾ അറിയാൻ സംസാരിക്കരുത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത്. അവൾ എന്റെ മോളാ. ആ മഹാത്മ്യൊന്നും പറയാതിരിക്കുന്നതല്ല. എന്താടാ പറഞ്ഞാല്? വല്ലവരും പറഞ്ഞു കേട്ടോ അല്ലാതെ നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നിട്ടില്ലാത്ത പറഞ്ഞ് എന്റെ മോളെ സംശയിക്കുന്നു. എടാ, നിനക്കൊക്കെ പഠിപ്പും വിവരം ഉണ്ടായിട്ട് എന്നതാടാ കാര്യം? അപ്പച്ചൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മനസ്സിലാകത്തോണ്ട് തന്നെയാ നിന്നോട് ചോദിച്ചത്. എടാ, താഴെ മോളുമായി താമസിക്കുന്നവരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരും സംസാരം ഉണ്ടാവും, പ്രത്യേകിച്ച് കൂട്ടുകാരികളാവുമ്പോ. അതിന് ഇങ്ങനെയൊക്കെ സംശയിക്കാൻ പോയാൽ നീയൊക്കെ എങ്ങനെ ജീവിക്കൂടാ? ഒരുത്തന്റെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ അതിന് കുറെ ലിമിറ്റ്സ് ഉണ്ട്. അതിൽ കൂടുതലാകുകയെന്ന് വെച്ചാൽ തെറ്റ് ചെയ്ത ആരും ഒരിക്കലും തെറ്റാണെന്ന് സമ്മതിക്കാറില്ല. എന്റെ മോളെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എല്ലാ തന്തമാർക്കും മക്കളെ പറ്റി അങ്ങനെ തോന്നും. 6 മാസമായിട്ട് അവൾ എന്റെ കൂടെയാ ജീവിക്കുന്നത്. എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കാർക്കും അവളെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ എന്റെ മോളാ തെറ്റുകാരിയല്ലേ? ഇനി നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്കൊന്നറിയണം, എന്നതാ നിന്റെ ഉദ്ദേശം? എന്നാ നീ ഒന്നും മിണ്ടാത്തെ? എന്റെ മോളെ നിനക്ക് ഉപേക്ഷിക്കണോ? പറ. അങ്ങനെ നീ പറഞ്ഞാൽ ഞാൻ നിന്റെ കാല് പിടിക്കുന്നൊന്നും നീ കരുതണ്ട. അവളെ വിശ്വാസമില്ലാത്ത തരത്തിന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറല്ല. നിനക്ക് വേണ്ടെന്ന് കരുതി എന്റെ മോള് വീട്ടിൽ ഇരുന്നു പോകുന്നില്ല. ഓ, ക്രിസ്ത്യാനിക്ക് 2ാം കെട്ട് പാടില്ല എന്നൊരു നിയമം ഉണ്ടല്ലേ? എനിക്കറിയാം. ഞാൻ പോയി മെത്രാനെ കാണും, അതും അല്ലെങ്കിൽ വേറെ വഴി നോക്കും. ഇവിടെ കോടതിയും വക്കീലൊക്കെ ഉള്ളത് അതിനുവേണ്ടിയാ. നമുക്കിനി കോടതി വെച്ച് കാണാം. അപ്പച്ചന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. ആരാ വന്നാ നോക്കി? ആ, എന്താടേ പെണ്ണും പടക്കോഴിക്കായപ്പോ നമ്മളെയൊക്കെ മറന്നല്ലേ? ഏയ്, അതൊന്നുമല്ല, കുറച്ച് തിരക്കിലായിരുന്നു. ആ, ഇരിക്കേ. ഹണിമൂണൊക്കെ ആഘോഷിച്ച് ലോകം മുഴുവൻ ചുറ്റി നടക്കുകയായിരുന്നല്ലേ നിന്റെയൊക്കെ സമയം. ഷൈനി എന്താ കൊണ്ടുവരാഞ്ഞത്? അവള് വീട്ടിൽ പോയിരിക്കുക. കയ്യെ കിട്ടേണ്ട താമസം സംഗതി ഒപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയാക്കി. അനി, എന്തെങ്കിലും കുടിക്കാണ്ട്? എന്നതാടേ മുഖം വല്ലാതിരിക്കുന്നത്? ഉറക്കവിളപ്പ് കൂടിയതുകൊണ്ടാണോ? ആ, പിന്നെ എന്നതൊക്കെയാ വിശേഷങ്ങള്? ഞാൻ ചേട്ടായി ഒന്ന് കാണാമെന്ന്. എന്നതാ കോള്? വല്ല കേസ് വേണോ? അതേക്കുറിച്ചൊന്ന് ആലോചിക്കാനാ. ആരാ കക്ഷി? ഞാൻ തന്നെയാ. എന്നതാ പ്രശ്നം? ചേട്ടത്തി കേൾക്കണ്ട. എന്നതാടാ ചേട്ടത്തി കേൾക്കാൻ പാടില്ലാത്ത പ്രശ്നം? പറ. ഡോർ ലോക്ക് ചെയ്ത് രണ്ടാളും കൂടെ എന്നെ എടുക്കും. അവിടെ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് തുടങ്ങിയോ? ആ, അങ്ങോട്ട്. ഒന്നുമില്ല. പിന്നെന്നത്തിനാ ഡോർ ലോക്ക്? ഞങ്ങൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്താ, അത്രേ ഉള്ളൂ. എന്നാ റോയ്ക്കൊരു വല്ലായ്മ? ഏയ്, ഒന്നുമില്ല. ഇവൻ ഷൈനിയുമായി പിണങ്ങി വന്നിരിക്കുക, ഡൈവോഴ്സ് ചെയ്യണമെന്ന്. അയ്യോ, എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ഉള്ളൂ. അതിനു മുൻപ് അവന്റെ ഫ്ലാറ്റിന്റെ മുകളിൽ താമസിക്കുന്ന ഷൈനിയുടെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡുമാണ്. അയാളും ഷൈനിയും തമ്മിൽ അടുപ്പമുണ്ടെന്ന് ഇവനൊരു സംശയം. ഷൈനി പണങ്ങി വീട്ടിൽ പോയിരിക്കുക. അവളുടെ തന്ത വന്ന് ഇവനെ ഒന്ന് വിരട്ടി കോടതി കയറ്റുമെന്ന് പറഞ്ഞു. അയ്യോ, നല്ല വെള്ളലുവാ പോലെ ഒരു പെണ്ണിനെയും കയ്യിൽ കെട്ടിയിട്ട് അവൻ വന്നിരിക്കുന്നു. ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു. ഇക്കണക്കിന് എവിടെ ഞാൻ എത്ര പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്യണം? ആ, അത് നേരാ. ഞാൻ ആയതുകൊണ്ടാ സഹിച്ചു പോകുന്നത്. അല്ലേ കാണായിരുന്നു. റോയിച്ച, കാപ്പി കുടിക്ക. ഏതായാലും ഞാൻ ഷൈനിയെ ഒന്ന് കാണട്ടെ. നിങ്ങൾ കാനറ ബാങ്ക് മാനേജർ? അതെ, ഞാൻ തന്നെ. എന്നെ മനസ്സിലായോ? അഡ്വക്കേറ്റ് ജോൺ സാമുവൽ. വേണ്ട, നമുക്കൂടെ ഇരിക്കാം. ഞാൻ റോയി അന്വേഷിച്ചു വന്നതാ. നമ്മുടെ ഒരു പയ്യനാ. താഴെയല്ലേ? കണ്ടില്ല, ഇവിടെ കാണുമെന്ന് വിചാരിച്ചു. എവിടെ പോയാന്നറിയാമോ? അറിയില്ല. എന്താ, നിങ്ങൾ തമ്മിൽ കാണാറില്ലേ? ഇല്ല. നല്ല രസത്തിലല്ല അല്ലേ?
നിങ്ങൾ തമ്മിൽ വലിയ കമ്പനി ആയിരുന്നു എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ഐ മീൻ ഫാമിലി ഫ്രണ്ട്സ്. അങ്ങനെ ആയിരുന്നു. ഇപ്പോഴല്ല അല്ലേ? ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇയാളെന്താ കോടതിയിലെ ക്രോസ് വിസ്താരം പോലെ ചോദിക്കുന്നതെന്ന്. സത്യമാണ്, 10-15 വർഷം കോടതി കിടന്ന് വായിട്ടടിച്ച് അങ്ങനെ ആയിപ്പോയി. സോറി. കാപ്പി എടുക്കാൻ ഇവിടെ വൈഫില്ല. അറിയാം, ഞാൻ ഷൈനിയെ കണ്ടിട്ടാ വരുന്നത്. ഷൈനി എല്ലാം പറഞ്ഞു. മിസ്റ്റർ രാജ്മോഹൻ, റോയിയും ഷൈനിയും തമ്മിലുള്ള പിണക്കം തീർക്കാനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പക്ഷെ ആ കുരു കഴിയണമെങ്കിൽ അത് നിങ്ങളിലൂടെ ആയിരിക്കും. മനസ്സിലായില്ല. അവര് തമ്മിൽ പിണങ്ങാനുള്ള കാരണം നിങ്ങളാണ്. ഞാനോ? യെസ്, നിങ്ങളും ഷൈനിയും തമ്മിലുള്ള കണക്ഷൻ. ഇല്ല, ഞങ്ങൾ അങ്ങനൊന്നുമില്ല. ശരിയായിരിക്കാം. അതേപോലുള്ള ബന്ധം മാത്രമേ നിങ്ങളുടെ ഭാര്യയും റോയും തമ്മിലുള്ളൂ. പക്ഷെ നിങ്ങളത് തെറ്റിദ്ധരിച്ചു. ഏറ്റവും നല്ല നിലയിൽ കഴിയുന്ന കുടുംബങ്ങളിലാണ് എളുപ്പത്തിൽ അപകടങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിവിടെയും സംഭവിച്ചു. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം മിസ്റ്റർ രാജ്മോഹൻ. നിങ്ങൾ എന്നോട് സഹകരിക്കും. നാളെ രാവിലെ 10 മണിക്ക് എന്റെ വീട് വരെ വരുന്നതിൽ അസൗകര്യമൊന്നുമില്ല. ഇല്ല. ഇതാണ് എന്റെ അഡ്രസ്. ഞാൻ വെയിറ്റ് ചെയ്യും. ഇയാളെന്നാ ഇവിടെ വന്നു? ഇയാൾക്കെന്താ ഇവിടെ കാര്യം? ആഹാ, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ 2 കക്ഷികളും. വാ 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 വാ, ഇരിക്കെ അങ്ങോട്ട് ഇരിക്കെ. ആനേ, കാപ്പി എടുക്ക്. നമ്മുടെ കക്ഷികൾ എത്തിയിട്ടുണ്ട്. രണ്ടുപേരോട് ഒരേ സമയത്ത് തന്നെ വരണമെന്ന് പറഞ്ഞത് പ്രശ്നങ്ങൾ രണ്ടും ഒന്നായതുകൊണ്ട്. രണ്ടുപേർക്കും സംശയം സ്വന്തം ഭാര്യമാരെ. സാധാരണ കാണുന്നത് ഭർത്താക്കന്മാരെ സംശയിക്കുന്ന ഭാര്യമാരെയാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാ. ഞാൻ അറിഞ്ഞിടത്തോളം ശ്രീദേവിക്കും ഷൈനിക്കും പരസ്പരം വിശ്വസിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഞാൻ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചു. അവർ സകല ദൈവങ്ങളെയാണ് ഇട്ട് പറയുന്നു. അവർ തെറ്റ് ചെയ്തെടുക്കുന്നു. ഭർത്താക്കന്മാരെ അവർക്ക് പൂർണ്ണ വിശ്വാസവുമാണ്. ഇനി നിങ്ങളാണ് പറയേണ്ടത്. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്? ഡ്രൈവറും വേലക്കാരും പച്ചക്കറിക്കാരനും പറയുന്നതാണ് നിനക്കൊക്കെ പ്രമാണം. അവിടെയാണ് തെറ്റുപറ്റിയത്. എടാ, കൊച്ചു കൊച്ചു പണക്കങ്ങളുടെ വലിയ ദുരന്തങ്ങൾ വരുത്തി വെക്കാൻ എളുപ്പമാണ്. ജീവിതം ഒരിക്കലേ ഉണ്ടാവൂ, അത് മറക്കരുത്. കയറി വന്നിരിക്കുന്നു ഡൈവോഴ്സ് എന്ന് പറഞ്ഞു. ഡൈവോഴ്സിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നിനക്കറിയാമോ? ഇപ്പൊ ഇതൊരു പുതിയ ഫാഷനായി മാറിയിരിക്കുകയാണ്. വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു വരുന്നവന്മാരുണ്ട്. കാരണം ചോദിച്ചാൽ പറയും ഫസ്റ്റ് നൈറ്റിന് എന്തോ ചോദിച്ചപ്പോ പെണ്ണ് കരഞ്ഞെന്ന്. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? 6 മാസം ആകാൻ പോകുന്നു. എടാ, 6 മാസം തികയാതെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ലെന്ന് നിയമം ഉണ്ടെന്ന് നിനക്കറിയാമോ? എവിടം വരെ വിസ്താരമൊക്കെ? മധുരം നല്ല ലക്ഷണമാ. കഴിക്ക് കഴിക്ക്. എനിക്കൊന്നേ പറയാനുള്ളൂ. പരസ്പര വിശ്വാസമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ, അല്ലേ ആനി? രണ്ടുപേരും നേരത്തെ വില്ലന്മാരായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം. ഇനി സമയം കളയണ്ട. രണ്ടുപേരും പോയി പെമ്പിള്ളേരെ വിളിച്ചോണ്ട് വാ. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ മാത്രം മോശക്കാരൊന്നുമല്ല. ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വരുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായി അവരെ സ്വീകരിക്കാതെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന ആർക്കാ ഇഷ്ടപ്പെടുക?
അതുകൊണ്ട് മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ നോക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് രണ്ടാൾക്കും സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല, സമ്മതിച്ചു. ആരോഗ്യത്തിനും കുറവൊന്നുമില്ലല്ലോ. ഈ വേലക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കൊച്ചമ്മ ചമഞ്ഞിരിക്കാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇവറ്റകളെ പറഞ്ഞേക്ക്. ഇനി മാന്യന്മാർ രണ്ടുപേരും വന്നാട്ടെ, വന്നാട്ടെ. ഇനി ഇമാതിരി പരാതികളുമായി വന്ന് എന്നെ വിഷമിപ്പിക്കരുത്. ഇനി അങ്ങനെ നാട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് നിൽക്കുന്നു ഒന്ന് കാണട്ടെ. ആ, വെരി ഗുഡ്. ഇനി എല്ലാവരും സ്ഥലം വിട്, വീട്ടിൽ പോ, വിളിച്ചോണ്ട് വീട്ടിൽ പോ. അവിടെ നിങ്ങളുടെ വണ്ടിയാണ്. ഞാനും ആനയും അങ്ങോട്ട് വരുന്നുണ്ട്. ഉഗ്രനൊരു ശാപ്പാട് തന്നേക്കണം. കണ്ടോടെ, ഒരു പ്രശ്നം തീർന്നു. ഇങ്ങോട്ട് വന്നേ, ഒന്നിങ്ങി വന്നേ. എന്നതാ? ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കായിരുന്നു. നിങ്ങൾക്ക് പെമ്പിള്ളേരടുത്ത് മാത്രം എന്താ ഇത്ര തമാശയും കളിയും ഒക്കെ? അതൊക്കെ പറ. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. അതിനുവേണ്ടി തന്നെയാ പറയുന്നത്. എന്റെ അടുത്ത് ഈ വേലയൊന്നും വേണ്ട. ആഹാ, എന്നെ അങ്ങനെ മണ്ടിയാക്കാനൊന്നും നോക്കണ്ട. ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ പന്തികേടുണ്ടെന്ന്. പ്രായമായാലും മനുഷ്യനും